വേദിയിലും സദസ്സിലും ഭൂയിഷ്ഠരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആലപ്പുഴ പ്രദേശത്ത് സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിക്കോൾസൺ മദാമയുടെ പ്രേരണ ഉൾക്കൊണ്ട് 1918 രൂപീകൃതമായ അക്ഷര മുത്തശ്ശി മാർത്തോമാ സിറിയൻ ഗേൾസ് ഹൈസ്കൂൾ ഇപ്പോൾ 108 വർഷങ്ങൾ പിന്നിടുന്നു. ഈ സ്കൂളിന്റെ മഹത്തായ പാരമ്പര്യവും സാമൂഹിക പ്രതിബദ്ധതയും വിളിച്ചോതുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ വാർഷിക സമ്മേളനത്തിലേക്ക് കടന്നു വന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. മാർത്തോമാ സുറിയാനി സഭയിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ദീർഘദർശന ഫലമായി രൂപം കൊണ്ട ഈ സ്കൂളിലെ പെൺകുഞ്ഞുങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയും ദൈവം നടത്തിയ വഴികൾക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യും. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന LIC ട്രഷററും ആനപ്രമ്പാൽ ഇടവ വികാരിയുമായിരിക്കുന്ന റവറൻഡ് ജോസഫ് കെ ജോർജ് അച്ഛനാണ്. അച്ഛന്റെ അസാന്നിധ്യത്തിൽ അച്ഛനെ ഈ സ്കൂളിലെ വാർഷിക പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഇപ്പോൾ സെൻട്രൽ മീറ്റിംഗ് നടക്കുകയാണ്, അതിന്റെ അധ്യക്ഷനാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേരും. നമ്മുടെ സ്കൂളിനെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന അച്ഛൻ ഓരോ ചെറിയ കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധയും കൈത്താങ്ങലുകളും നൽകുന്നു. സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയും പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ തുണയായി നിന്ന അച്ഛന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അച്ഛന്റെ നേതൃത്വ പാഠവും ആത്മാർത്ഥതയും സ്കൂളിന്റെ മുതൽക്കൂട്ടാണ്. അച്ഛന്റെ അസാന്നിധ്യത്തിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട സജേഷ് മാത്യു അച്ഛനാണ്. നാളെയുടെ പ്രതീക്ഷകളെ വാർത്തെടുക്കുവാൻ മുഖ്യ പങ്ക് വഹിക്കുന്ന സൺഡേ സ്കൂൾ സമാജത്തിന്റെ അമരക്കാരൻ, കുട്ടികളുടെ കൂട്ടുകാരൻ, നല്ല സംഘാടകനും വാഗ്മിയുമായ അച്ഛനെ മുഖ്യ അതിഥിയായി ലഭിച്ചതിൽ അതീവ സന്തോഷമുണ്ട്. വലിയ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന സജേഷ് മാത്യു അച്ഛനെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. മാർത്തോമാ സഭയുടെ സ്കൂളുകൾക്ക് മഹത്തായ നേതൃത്വം നൽകുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ ഏത് ആവശ്യവും ശ്രദ്ധാപൂർവം കേട്ട് അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന മനുഷ്യസ്നേഹിയായ ഔദ്യോഗികതയുടെ തലക്കനമില്ലാത്ത വ്യക്തിത്വം, നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് നമ്മോടൊപ്പം നിന്ന് കൈത്താങ്ങലുകൾ നൽകിയ പ്രിയപ്പെട്ട കുരുവിള സാറിന്റെ പ്രവർത്തന ബന്ധാവിൽ എപ്പോഴും ദൈവത്തിന്റെ കയ്യൊപ്പം ഉണ്ടായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ യോഗത്തിൽ ഫോട്ടോ അനാച്ഛാദനവും അനുമോദന സന്ദേശവും നൽകുന്ന പ്രിയപ്പെട്ട സാറിനെ ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ വാർഷിക സമ്മേളനത്തിലെ ധന്യമായ ഒരു മുഹൂർത്തമാണ് യാത്രയായത്. ദൈവിക കരുതലിന്റെയും കൃതജ്ഞതയുടെ നിമിഷം. 1997 സെന്റ് ജോർജ് UPS നാരങ്ങാനത്ത് നിന്ന് പ്രയാണം ആരംഭിച്ച് 2006 നമ്മുടെ സ്കൂളിൽ നിന്നും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ലിനിമോൾ ടീച്ചർ, മലയാളത്തിന്റെ ശബ്ദം, സീനിയർ അസിസ്റ്റന്റ്, വിദ്യാരംഗ കലാവേദിയുടെ കൺവീനർ, ലൈബ്രറിയൻ, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക, വിദൂരതയിൽ നിന്ന് കൃത്യസമയത്ത് സ്കൂളിൽ എത്തിച്ചേരുന്ന ലിനിമോൾ ടീച്ചർ, സഭയുടെ വിവിധ സ്കൂളുകൾക്ക് ചെയ്ത സേവനങ്ങളും പ്രത്യേകമായും നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ടീച്ചറിന്റെ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ടീച്ചറിന്റെ വിശ്രമ ജീവിതം ആയിരിക്കുന്ന ഇടങ്ങൾക്ക് സൗരഭ്യം ചൊരിയുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ടീച്ചറിനെയും കുടുംബത്തിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കുവാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞ തലമുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വവും നവോന്മേഷവും നൽകുവാൻ നിയോഗം ലഭിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വലിയവീടൻ സാർ സ്കൂളിന്റെ ആവശ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സാറിനെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആനപ്രമ്പാൽ 16-ാം വാർഡിന്റെ ശബ്ദമാകുന്ന വാർഡ് മെമ്പർ ശ്രീമതി മോളമ്മ ഔസേ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ബോർഡ് അംഗവും LIC പ്രതിനിധിയുമായ ഡോക്ടർ മാത്യു തോമസ് സാർ നമ്മുടെ സ്കൂളിന്റെ നിർമ്മാണങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ യഥാസമയം സ്കൂൾ ബോർഡിനെ അറിയിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തന്നതുമായ പ്രിയപ്പെട്ട സാർ സവിനയം സ്വാഗതം ചെയ്യുന്നു. സ്കൂളുകളുടെ ഭരണ സംവിധാനങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകിയ മുൻ മാനേജർ ലാളമ്മ ടീച്ചറിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ ജീവനും ആത്മാവുമായ പൂർവ്വ അധ്യാപകർ, വിദ്യാലയത്തിന്റെ മൂല്യമുള്ള സാക്ഷികളായ പൂർവ്വ വിദ്യാർത്ഥിനികൾ എന്നിവരിലൂടെ നമുക്ക് ലഭിക്കുന്ന കൈത്താങ്ങലുകൾ, പ്രോത്സാഹനങ്ങൾ എന്നിവയാണ് ഞങ്ങളുടെ കരുത്ത്. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറിയായ ബെറ്റി ടീച്ചർ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ക്രിയാത്മകമാക്കുന്നു. ഈ സംഘടനയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ കൃതജ്ഞതയോട് ഓർത്തുകൊണ്ട് ബെറ്റി ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം. ലിനു ടീച്ചറിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ഗോകുൽ ഗോപാലകൃഷ്ണൻ തലവടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ കൂടിയാണ്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷിക സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറും അധ്യാപക പ്രതിനിധിയുമായ ശ്രീമതി എമി അലക്സാണ്ടർ ആശംസകൾ അർപ്പിക്കുന്നു. ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥികളാണ് സ്കൂളിന്റെ സമ്പത്ത്. അവരുടെ പ്രതിനിധിയായി ആശംസകൾ അറിയിക്കുന്ന കുമാരി ശ്രദ്ധ ജയകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നത് സജിനി മാഡമാണ്. സ്കൂളിന്റെ എല്ലാ ആവശ്യങ്ങളും തോളോട് തോൾ ചേർന്ന് നമുക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി തരുന്നു. മാഡത്തിനെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന സ്തോത്ര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ആനപ്രമ്പാൽ മാർത്തോമ അസിസ്റ്റന്റ് വികാരി റോബിൻ അച്ഛനോടുള്ള നന്ദിയും സ്വാഗതവും അറിയിക്കുന്നു. വിദ്യാർത്ഥികളാണ് സ്കൂളിന്റെ സമ്പത്ത്. അവരുടെ പ്രതിനിധിയായി ആശംസകൾ അറിയിക്കുന്ന കുമാരി ശ്രദ്ധ ജയകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്കൂൾ അക്കാദമിക കലാകായിക മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും എൻഡോമെന്റുകൾ വിതരണം ഏർപ്പെടുത്തിയവരെയും അനുമോദിക്കുന്നു. എൻഡോമെന്റിന്റെ അർഹരായ എല്ലാ ചുണക്കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തെ ധന്യമാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ രക്ഷകർത്താക്കളുമാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംഘഗാനത്തിന് നേതൃത്വം നൽകുന്ന ഷിബി ആൻഡ് ടീമിനെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസം ഈ സ്കൂളിന് നേതൃത്വം നൽകിയ ആൻസി ടീച്ചർ സ്ഥാനമാറ്റം ലഭിച്ച ഇപ്പോൾ SES സ്കൂളിൽ തിരുവല്ലയിലാണ്. നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സ്കൂളിന് നേതൃത്വം നൽകിയ എല്ലാ പ്രധാന അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപികയായ ശോശാമ്മ മാത്യു ടീച്ചർ നല്ലൊരു ചിത്രകാരിയാണ്. ടീച്ചർ വരച്ച ഒരു ചിത്രം ഈ സ്കൂളിന് സംഭാവനയായി നൽകുന്നുണ്ട്. ടീച്ചറിനെ നന്ദിയോടെ ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ യോഗത്തിന്റെ പ്രോഗ്രാം കൺവീനറായ എലിസബത്ത് ടീച്ചർ, ലിനു ടീച്ചറിന്റെ ഔദ്യോഗിക ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന ജിറ്റി ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി ഡെയ്സി ടീച്ചർ, എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. SLC പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നത് മാത്രമല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനാവശ്യമായ കരുത്ത് ആർജിക്കലാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകളാണിത്. അതേ കുഞ്ഞുങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്തും മൂല്യബോധവും ഈ വിദ്യാലയത്തിലെ അഭ്യസനത്തിലൂടെ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ആകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. താങ്ക് യു. മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്കൂൾസിൻ്റെ മാനേജറായിരിക്കുന്നു പ്രിയപ്പെട്ട കരുള സർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇന്ന് ഈ സ്കൂളിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ
എൻ്റെ സന്തോഷം പ്രത്യേകിച്ച് അറിയിക്കട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ബോർഡ് മെമ്പർ, അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ പ്രോസസ്സിൻ്റെ സർവീസ് കമ്മീഷൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് എനിക്ക് സഭയിലെ സ്കൂളുകളുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിലാണ് ഞാനിന്ന് ഇവിടെ വരാമെന്ന് സമ്മതിച്ചത്. സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി സഭയുടെ ഒരു ശുശ്രൂഷയാണ്. എന്നാൽ സഭ എന്നെ ഏൽപ്പിച്ച ഈ ഒരു ചുമതലയിലാണ് ഇന്ന് ഈ സ്കൂളിൽ വരാൻ കാരണമായത്. വിദ്യാഭ്യാസം മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രക്രിയ, മനുഷ്യനിലെ മനുഷ്യത്വത്തെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ലഭിക്കാൻ തുടങ്ങിയ ശേഷമാണ് മൃഗതുല്യരായി ജീവിച്ച മനുഷ്യർ മനുഷ്യത്വം വെളിപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് മാറും. നാം അധിവസിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകത വെറുപ്പിൻ്റെ ലോകമാണ്. വെറുപ്പിനെ കച്ചവടം ചെയ്യുന്ന, വാണിജ്യവൽക്കരിക്കുന്ന, പോളറൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, പോളറൈസ്ഡ് വേൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വെറുപ്പിനെ ആഘോഷിക്കുന്ന ഒരു ലോകമാണ്. ആ വെറുപ്പിനെ ആഘോഷിക്കുന്ന ലോകത്ത് സ്നേഹത്തിൻ്റെ, നന്മയുടെ വെട്ടങ്ങളായി തീരണമെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് നൽകിയെങ്കിൽ മാത്രമേ സാധിക്കൂ. പത്തനംതിട്ട ജില്ലയിൽ മാർത്തോമാ സഭയ്ക്കുള്ള ഗേൾസ് സ്കൂളാണ് ഈ സ്കൂള്. കൊല്ലം ജില്ലയിലുള്ളത് കൊട്ടാരക്കരയാണ്. അപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും താരതമ്യം ചെയ്യുമ്പോൾ കേരളമാണ് എല്ലാ കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. സ്ത്രീകൾ പഠിക്കുവാൻ, പെൺകുട്ടികൾ പഠിക്കുവാൻ തുടങ്ങുന്നതും സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങുന്നതും സ്ത്രീകളുടെ ജീവിതത്തിൽ ഉന്നമനമുണ്ടായതും അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടായതും ഒക്കെ നോക്കുമ്പോൾ വളരെയധികം മുൻപിൽ, വളരെ കാലം മുമ്പേ നമ്മുടെ സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകിയത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. അതിൽ പ്രത്യേകിച്ച് സഭകൾക്കുള്ള പങ്ക്, മാർത്തോമാ സഭയ്ക്കുള്ള പങ്ക് വളരെയധികം വലുതാണ്. ഏകദേശം 108 വർഷത്തോളം വിദേശത്ത് അനേകം പെൺകുട്ടികൾക്ക് നല്ല അടിസ്ഥാന വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസം നൽകുവാൻ, അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള പ്രേരണ ഉണ്ടാകുവാനൊക്കെ സാധിച്ചതാണ്. ഈ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ അവർക്ക് പഠിക്കുവാൻ ഇടയായതാണ്. വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ അന്ധകാരത്തെ നീക്കുന്ന പ്രകാശത്തിലേക്ക് വരിക എന്നുള്ളതാണ്. വിദ്യ അഭ്യാസമാണ്. ആ വിദ്യ അഭ്യസിക്കുന്നത് ഇരുൾ നിറഞ്ഞ ലോകത്തിൽ വെളിച്ചങ്ങളായി തീരുന്നതിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായി തീരാനുള്ള പരിശീലനമാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. സ്കൂളിൻ്റെ പരമമായ ലക്ഷ്യം നമ്മുടെ സ്കൂളിൽ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരിലൂടെ സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിന് എല്ലാ ആശംസകളും നേരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് സ്കൂൾ വളർന്നതിനും ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതിനും മനുഷ്യത്വവും നന്മയും സൗഹൃദവും ഹോസ്പിറ്റാലിറ്റിയും പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ക്ഷമിക്കുവാനും ചേർത്ത് നിർത്തുവാനും ഒക്കെ സാധിക്കുന്ന ആതിഥേയ മനസ്സുള്ള ഹൃദയങ്ങളെ രൂപപ്പെടുത്തുവാൻ, നല്ല വിദ്യാഭ്യാസം നൽകുവാൻ, അറിവ് നേടുവാൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമായി തീരട്ടെ. നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകത അറിവുകളുടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്നൊരു കാലമാണ്. ഏതാണ് ഒതൻറ്റിക് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അരുന്ധതി റോയ് തൻ്റെ പുതിയ പുസ്തകം വെൻ മദർ മേരി കംസ് ടു മീ എന്ന പുതിയ പുസ്തകം റിലീസ് ചെയ്യുന്ന വേളയിൽ അരുന്ധതി റോയ് ഉദ്ഘാടന ചടങ്ങിൽ പറയുന്നുണ്ട്, അവർ സംസാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും വീഡിയോ ആയിട്ടും ആർട്ടിക്കിളായിട്ടും AI കോർപ്പറേഷൻ്റെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടെ ഒതൻറ്റിക് അല്ലാത്ത ഇൻഫർമേഷൻ വരുന്നൊരു കാലമാണ് ഈ കാലം. നമ്മുടെ കൈകളിലേക്ക് വരുന്ന വിവരങ്ങൾ സത്യമാണോ, അർത്ഥസത്യമാണോ, കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത കാലം. അവിടെ യഥാർത്ഥമായ വിദ്യാഭ്യാസം സ്കൂളുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും മാത്രമാണ്. സ്ക്രീനിലൂടെ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം
പത്രത്തിൽ വായിച്ചതാണ്. ഓൺലൈൻ ഗെയിംസിൽ അടിമപ്പെട്ടു പോയ 3 പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തത്. സ്ക്രീനിൽ കാണുന്നതും ടെക്നോളജിയിലൂടെ കിട്ടുന്നതെല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിൽ പാഠപുസ്തകങ്ങൾ, പരിശീലന കളരികളെല്ലാം അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതായി തീരട്ടെ. അങ്ങനെ അവരെ പ്രാപ്തരാക്കുവാൻ അധ്യാപകരിടയാക്കട്ടെ. ഈ സ്ഥാപനം ഈ ദേശത്തിന്, സമൂഹത്തിന് എന്നും നന്മയുടെ പ്രകാശത്തിൻ്റെ വിളക്കായി ശോഭിക്കുവാൻ ഇടവരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. മാസികയും ഗേൾസ് ഹൈസ്കൂളിന്റെ 108ാമത് വാർഷിക റിപ്പോർട്ട്. വാർഷിക റിപ്പോർട്ട് 2025-26. ആനപ്പറമ്പാൽ മർത്തോമ സിറിയൻ ഗേൾസ് ഹൈസ്കൂളിന്റെ 108ാമത് വാർഷിക റിപ്പോർട്ട്. സാങ്കേതിക വിപ്ലവവും സാമൂഹിക സമ്മർദ്ദങ്ങളും പഠന മേഖലയിലെ വെല്ലുവിളികളാകുമ്പോൾ അധ്യാപനത്തിന്റെ ആത്മാവ് കാത്തു സൂക്ഷിക്കാനുള്ള പരിശ്രമത്തിൽ അധ്യാപകരും അക്കാദമിക സമ്മർദ്ദങ്ങൾക്കും മത്സരാധിഷ്ഠിതമായ ലോകത്തിന്റെ പ്രതീക്ഷകൾക്ക് നടുവിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയാനുള്ള വ്യഗ്രതയിൽ വിദ്യാർത്ഥികൾ മുന്നേറുന്നു. അറിവിനൊപ്പം മാനവികതയും ആത്മബലവും വളർത്തി വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ പങ്കാളികളാകുവാൻ ദൈവം നൽകിയ അവസരത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ആനപ്പറമ്പാൽ മർത്തോമ സിറിയൻ ഗേൾസ് ഹൈസ്കൂളിന്റെ 2025-26 വർഷത്തെ വാർഷിക റിപ്പോർട്ട് പൊതുയോഗ സമർപ്പിക്കുന്നു. കുമാരി ക്രിസ്റ്റി ജോസ് തരകനും അവാർഡുകൾ വിതരണം ചെയ്തു. ശ്രീ ജോസ് തരകൻ ടി.കെ. തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും ഹെഡ് മിസ്റ്റർ ശ്രീമതി ഷീജ ബേബി ടീച്ചർ വ്യക്തിപരമായ സീനിയർ അസിസ്റ്റന്റായ ശ്രീമതി മേരി വർഗീസ് ടീച്ചർ വെൺമണി മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ ഒഴിവിലേക്ക് ശ്രീമതി അനിത ജി ജേക്കബ് കോട്ടയം MD സെമിനാരി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ ഒഴിവിലേക്ക് ശ്രീമതി ആഷ്ലി ഐസക്കും ഓഫീസ് അസിസ്റ്റന്റായ ശ്രീ സജി പത്തനംതിട്ട മർത്തോമ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ ഒഴിവിലേക്ക് ശ്രീ ബാബു ബിയും നിയമിതരായി. ഹെഡ് മിസ്റ്റേഴ്സ് ഉൾപ്പെടെ 10 അധ്യാപികമാരും 4 അനധ്യാപകരും പ്രവർത്തിക്കുന്നു. സൊസൈറ്റി ജാഗ്രത സമിതി ശ്രീമതി എലിസബത്ത് വർഗീസ് PTA സെക്രട്ടറി കലോത്സവം, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഡയറ്റിൽ നിന്നും ഇംഗ്ലീഷ് അധ്യാപകർക്കായി നടത്തിയ പരിശീലനത്തിനും കൈറ്റിൽ നിന്നും IT ഹൈസ്കൂളിന്റെ 108ാമത് വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കെ ജോർജ് അച്ഛൻ, വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ മാനേജർ കുരുള മാത്യു സാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വിലേവിലൻ സാർ, ഗവേണിംഗ് ബോർഡ് അംഗം മാത്യു തോമസ് സാർ ഉൾപ്പെടെ, ഹെഡ് മിസ്ട്രസ് ഷീജ ടീച്ചർ ഉൾപ്പെടെ ഇവിടെ നേർന്നിരിക്കുന്ന പൂർവ്വ അധ്യാപകർ, പ്രഥമാധ്യാപകർ, വന്നിരിക്കുന്ന ഏവരുമേ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏവർക്കും നമസ്കാരം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വി ആർ നോട്ട് superior to anybody, we are not inferior to anybody, we are not equal to anybody. നമ്മൾ ആർക്കും സുപ്പീരിയർ അല്ല, മേലെയല്ല, നമ്മൾ ആർക്കും ഇൻഫീരിയർ അല്ല, താഴെയല്ല, നമ്മൾ ആർക്കും തുല്യരുമല്ല. പിന്നെ നമ്മൾ ആരാ? വി ആർ യുണീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടേതായ തനിമയുള്ളവരാണ്. കുഞ്ഞുങ്ങളോട് അത് പറയുന്നത്. ഈ തനിമ നമ്മൾ തിരിച്ചറിയുക. അതിൽ ചിലത് അഭിലഷണീയമായതല്ലായിരിക്കാം, ചിലത് അഭിലഷണീയമായതാണ്. അഭിലഷണീയമല്ലാത്ത ചില തനിമകളുണ്ട്. ചിലർ ജന്മനാ കളമേ പറയും, മോഷ്ടിക്കുന്ന സ്വഭാവം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
അനഭിലഷണീയമായുള്ളതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയും അഭിലഷണീയമായ നമ്മളിലെ തനിമയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അത്ര പറഞ്ഞിട്ടെ. അങ്ങനെ വ്യക്തമായി ഞാൻ പറയട്ടെ, തനിമയുള്ള ഒരു അധ്യാപികയായിരുന്നു ലിനിമോൾ ടീച്ചർ. ഞങ്ങൾ ഒന്നിച്ച് 2008-10 വർഷങ്ങളിൽ തലവടി TMT സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹെഡ് മിസ്ട്രസ്സായിട്ട് അവിടെ വരുമ്പോൾ എനിക്ക് ആ പരിചയമായുള്ളത് മലയാളം നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന വിഷയമാണ്. ഒത്തിരി തമാശകളുണ്ട്. ഞങ്ങൾ അക്ഷരപ്പിശകുകളും കുട്ടികൾ എഴുതുന്ന അക്ഷരപ്പിശകുകളെ തമാശകളും ഒക്കെ ഞങ്ങൾ യാത്രയിൽ ഒന്നിച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന മിക്കപ്പോഴും. ആ യാത്രയിൽ ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച് യാത്ര ചെയ്ത 2 വർഷങ്ങളാണ്. ഹ്യൂമർ സെൻസ് നല്ലപോലുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് അല്പം ഹ്യൂമർ സെൻസ് ഉണ്ടായിരിക്കുക. ഞാനത് ടീച്ചറിൻ്റെ ഒരു സൗഹൃദത്തിൽ ആവോളം ആ 2 വർഷക്കാലം ആസ്വദിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയ്ക്ക് ഓടി ഇവിടെ വന്നതും. തന്നെ ടീച്ചറുടെ പിതാവിനെ എനിക്കറിയാം. മാർത്തോമ സഭയ്ക്ക് ആ ഇടവകയ്ക്ക് നല്ല സേവനം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴില്ല. അമ്മയുണ്ട്, സഹോദരങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ കണ്ടു. മിക്കവാറും മകളെ കണ്ടില്ലെന്നുള്ളതേ ഉള്ളൂ, വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചറിൻ്റെ ആ ഒരു ഹ്യൂമർ സെൻസ് മലയാളം പഠിപ്പിക്കുന്നതോട് സാഹിത്യമായിട്ട് നിങ്ങൾ ഇഷ്ടംപോലെ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഒരുപാട് അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് ചിരിച്ചു പോയി വരാനുള്ള സൗഹൃദം തന്ന ഒരു വ്യക്തിത്വമാണ് ലിനിമോൾ ടീച്ചർ. ഞാൻ ഒരിക്കലും മറക്കില്ല. ഞങ്ങളുടെ അയൽപക്കത്താണ്. 6-7 കിലോമീറ്റർ അകലമേയുള്ള, അതിപ്പോൾ ഒരു ദൂരമല്ലല്ലോ. ആ ടീച്ചറിൻ്റെ സേവനങ്ങൾക്ക് നിങ്ങളെല്ലാം ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് തലവടിയിലായിരുന്നപ്പോൾ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചെടുത്ത് എല്ലാ പിന്തുണയും കിട്ടുക. പിന്തുണ മതി. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരാൾ മുന്നോട്ടൊരു കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിനെ തളർത്താതിരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് ഞാൻ ആസ്വദിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഒറ്റ ബാച്ച് ഇംഗ്ലീഷ് മീഡിയം 10-30 കുട്ടികൾ അന്ന് അവിടെ കടന്നുപോയത് അറിയാവുന്നവർക്കെല്ലാം അറിയാം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തന്നതും സ്മരിക്കുന്നു. ഏതൊരു നല്ല കാര്യത്തിനും സപ്പോർട്ട് നൽകുന്ന വ്യക്തിത്വം. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പുതിയ ഇതെല്ലാം നടത്തിയപ്പോഴും ടീച്ചറിൻ്റെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സ്കൂളിൽ ചെയ്ത എല്ലാ സേവനങ്ങളെയും ഞാൻ മാനേജറായിട്ട് ഇരിക്കുമ്പോഴും എല്ലാ സേവനങ്ങളെയും സ്മരിക്കുന്നു. ഭാവി ജീവിതം ഒന്നുകൂടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവിടെ ഇരിക്കുമ്പോഴാണ് 2ാമത്തെ കുഞ്ഞുണ്ടായതെന്നുള്ളത് ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാവി ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ തീർന്നൊന്നുമില്ല. ഇതുകൊണ്ട് ഞാൻ റിട്ടയർ ചെയ്ത് 10 വർഷമായതാണ്. അതുകൊണ്ട് തീർന്നിട്ടില്ല. തുടർന്നും എന്താ പറയുന്നത്, ക്രിയാത്മകമായി ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ ഇടയാകട്ടെ. ടീച്ചറിൻ്റെ ഭർത്താവ് ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. തുടർന്ന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷമാപണത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് ഏറെ പരിപാടികളുള്ള ദിവസം കൂടിയായി. ഇപ്പോൾ നിരണം സെൻറ്റർ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ സെൻറ്റർ മീറ്റിംഗ് വളഞ്ഞവട്ടൻ എബനേസർ ഇടവകയിൽ നടക്കുകയാണ്. അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമായിരുന്നു. അത് തുടങ്ങിക്കൊടുത്തിട്ട് അവിടെ നിന്ന് വരേണ്ടത് വന്നു. നിങ്ങൾ സദയം അത് ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കും.
ആനപ്രമ്പാൽ ഗേൾസ് ഹൈസ്കൂളിൻ്റെ 108ാമത് വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്ന നേതൃത്വം നൽകാൻ വന്നു ചേർന്നിരിക്കുന്ന സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കുരുവിളമൂർത്തി സാർ, തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വലിയവടി സാർ, പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റർ ഷിജകൃഷ്ണ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട തിരുമോൾ ടീച്ചർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ മാതാപിതാക്കളെ, പൂർവ്വ അധ്യാപകർ, പ്രധാന അധ്യാപകർ, സ്കൂളിൻ്റെ സർവോന്നതമായ വളർച്ചയിൽ പങ്കുചേർന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്നേഹ അഭിവാദനം. ദീർഘമായ വാക്കുകൾ പറയുവാനായി ഞാൻ ശ്രമിക്കുന്നില്ല. ഇനി ആശംസകളൊക്കെ ഏറെയുള്ളതുണ്ട്. ഒരു നൂറ്റാണ്ടിനപ്പുറം ഈ പ്രദേശത്തെ കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകാൻ അനുപമ മാർത്തോമ ഇടവക ആരംഭിച്ച് പിന്നീട് സഭയുടെ കോർപ്പറേറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഈ സ്കൂളിൽ കഴിഞ്ഞ നാളുകൾ നേർ നൽകിയ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇവിടെ പഠിച്ച ജീവിതത്തിൻ്റെ ഉന്നതമായ ഇടങ്ങളിലേക്ക് എത്തപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ ഈ നാടുകളിൽ നിന്ന് നൽകുന്ന പ്രിയപ്പെട്ട ഷിജലക്ഷ്മിയും സഹ അധ്യാപകരെല്ലാവരെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കും. ഈ സ്കൂളിൻ്റെ LIC, PTA എല്ലാവരും വലിയ അനുഗ്രഹീതമായ കൈത്താങ്ങലാണ് നൽകുന്നത്. എല്ലാറ്റിനേക്കാളുപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗരുഡ സാറിൻ്റെ സംയോജിതമായ ഇടപെടലും നേതൃത്വവും ആലോചനയും ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും അത് വികസിപ്പിച്ചെടുക്കുവാൻ ഏറെ പര്യാപ്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് മനോഹരമായി പുനരുദ്ധരിക്കുവാൻ സാറിൻ്റെ വലിയ നേതൃത്വം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകമായുള്ള സന്തോഷം, നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ UP സെക്ഷൻ കൂടെ ഞങ്ങൾക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. സാറ് അതിനുവേണ്ട എല്ലാ കൈത്താങ്ങലും നൽകും എന്ന് കുറച്ച് വിശ്വസിക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പണികൾ ആരംഭിക്കുവാനായി നടപടികൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഡോക്ടർ സിറിക് തോമസ് സാറിൻ്റെ ഒരു പുസ്തകമാണ്. അതിൽ ഒരധ്യായം തന്നെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീയായ ഒരു സിസ്റ്ററുടെ, ഒരു ടീച്ചറുടെ അനുഭവമാണ്. അത് കുറിക്കാൻ കാരണം അത്രമാത്രം ആ ടീച്ചറമ്മ കുട്ടികളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉറപ്പിച്ചു എന്നതുകൊണ്ടാണ്. അതിലദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. വൈസ് ചാൻസലറായി ചുമതല ഏറ്റ് അത് മുൻപോട്ട് നയിക്കുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ മുറിവ് പറ്റി ചോര പൊടിയുന്ന ചിത്രം പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രത്തിൽ കണ്ടു. കോട്ടയത്ത് കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് വാർദ്ധക്യ സഹജമായ ക്ഷീണം മറന്ന റോസ്മേരി എന്ന ഈ സിസ്റ്റർ പാലായിക്ക് ബസ് കയറി. പാലായിൽ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് സിറിക് തോമസിന്റെ വീട്ടിൽ ചെന്ന് സാറിന് ആശ്വാസവാക്ക് പറയാനായി പോയി. പിന്നീട് അദ്ദേഹത്തിന് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതല ഡൽഹിയിലേക്ക് പോകാൻ നിയോഗം ലഭിച്ചപ്പോൾ ഈ സിസ്റ്ററെ കാണാനായിട്ട് കോട്ടയത്ത് വന്നു. അപ്പോൾ സിസ്റ്റർ തനിക്ക് ആരോ കൊടുത്ത ഒരു നല്ല ഷോൾ, പുതിയ ഷോൾ സിറിക് തോമസ് സാറിനെ പതിപ്പിച്ചിട്ട് പറഞ്ഞു, ഡൽഹി നല്ല തണുപ്പാണ്, ഇത് കയ്യിലിരിക്കട്ടെ.
അദ്ദേഹം വിതുമ്പത ഹൃദയത്തോടു കൂടിയാണ് ആ കോൺവെന്റിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഞാൻ ഉറപ്പായി പറയും, നമ്മുടെ അധ്യാപകരൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവർ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരാണ്. ഉറപ്പായും ഞാൻ പറയും, ദി ഹാർഡസ്റ്റ് ജോബ് ഇൻ ദിസ് വേൾഡ് ഈസ് ടീച്ചിങ്, ബട്ട് ഇറ്റ് ഈസ് എ നോബിളസ്റ്റ് വൺ. എന്നാൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയ ജോലി ആണ് അധ്യാപനം. അത് വലിയ ആത്മാർത്ഥതയോടുകൂടെ അർപ്പണത്തോടെ നിർവഹിച്ച് പിരിഞ്ഞ അധ്യാപകരിവിടെയുണ്ട്. പിരിയുന്ന പ്രിയപ്പെട്ട ലിനി ടീച്ചറുണ്ട്, തുടരുന്നവരുണ്ട്. ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയുള്ള അധ്യാപകരെ ഒന്നും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞിപ്പോവില്ല. എനിക്കിപ്പോൾ 62 വയസ്സാകുന്നുണ്ട്. എൻ്റെ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കുട്ടമ്പിള്ള സാർ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. ഗവൺമെൻറ് ഹൈസ്കൂൾ, അഗസ്ത്യക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടമ്പിള്ള സാറ് കതർ മുണ്ടെടുത്ത് ഈ സൈഡിൽ ബട്ടൺസ് വയ്ക്കുന്ന ഫ്ലാപ്പുള്ള ജുബയുണ്ടല്ലോ, അതിൻ്റെ ഒരു ബട്ടൺ ഇളക്കിയിട്ടേക്ക് അപ്പോൾ ഈ സൈഡ് ഫ്ലാപ്പ് ഇങ്ങനെ മടങ്ങി കിടക്കും. എന്നിട്ട് വലത്തെ തോളിൽ നല്ലൊരു വെള്ള ടവൽ അതിങ്ങനെ പശമൊക്കെ തേച്ച് തോളിലിട്ടിരിക്കും. ഒരു ചൂരലും കൊണ്ട് ക്ലാസ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പരിസരത്ത് പിന്നെ ഒരൊറ്റ കുഞ്ഞുങ്ങളുണ്ടാവില്ല. എല്ലാം ക്ലാസ്സിൽ കൃത്യമാണ്. അധികം തല്ലാറൊന്നുമില്ല, പക്ഷേ ആ ഗാംഭീര്യത്തോടെയുള്ളൊരു നോട്ടം ഇന്നും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന എൻ്റെ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററും എൻ്റെ ക്ലാസ് ടീച്ചറായ ഗൗരിബായി ടീച്ചറുമാണ്. ഇത്ര കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യും അധ്യാപകരോട്. ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കെല്ലാം ഒത്തിരി അഭിമാനിക്കാനുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇടം പിടിച്ച ആളുകളാണ് നിങ്ങളൊക്കെ. നിശ്ചയമായും ഇത് അനുഗ്രഹീതമായ ദൗത്യമാണ്. തമ്പുരാൻ കന്നി നൽകിയ ശുശ്രൂഷയാണ്. ഈ വലിയ അധ്യാപന ശുശ്രൂഷ നിർവഹിച്ച് പടിയിറങ്ങുമ്പോൾ നല്ല ഓർമ്മകളും സ്വപ്നങ്ങളുമായി ഇനിയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ചേർത്ത് പഠിക്കാനും ഇവിടെ നിന്ന് പോയാലും ഞങ്ങളുടെ സ്കൂളിന് അതിനെല്ലാ ആവശ്യങ്ങൾക്കും പ്രിയപ്പെട്ട ടീച്ചറുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും എല്ലാ നന്മകൾ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ടീച്ചറിന് എല്ലാ നന്മയും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു. ഈ സ്കൂളിൻ്റെ പ്രവർത്തനം അനുഗ്രഹമായി തീരുവാൻ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജഗദീശൻ നമ്മെ സ്കൂൾ വാർഷിക യോഗത്തിന്റെ അധ്യക്ഷൻ ആനപ്പറമ്പാൽ മർത്തോമ ചർച്ച് വികാരി ജോസഫ് കെ ജോർജ് അച്ഛൻ, ഉദ്ഘാടകൻ മർത്തോമ സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി സലേഷ് മാത്യൂസ് അച്ഛൻ, NT&EA സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യൂസ് സാർ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹപ്രവർത്തകരെ, സ്തുത്യർഹമായ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപിക ലിനി ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. വിദ്യാർത്ഥികളുടെ ഭാഷാസ്വാദനവും സാഹിത്യബോധവും വളർത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയ സമർപ്പിതയായ മലയാളം അധ്യാപികയാണ് ലിനി ടീച്ചർ. ലളിതവും സുതാര്യവുമായ അധ്യാപന ശൈലിയിലൂടെ മലയാള ഭാഷയും സാഹിത്യവും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്നതിൽ ടീച്ചർ മികവ് തെളിയിച്ചിട്ടുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും ശിക്ഷണവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ലിനി ടീച്ചർ ഭാഷയോടുള്ള സ്നേഹവും സാംസ്കാരിക ബോധവും പുതുതലമുറയിൽ വളർത്തുന്നതിൽ ശ്രദ്ധേയമായി പങ്കുവഹിക്കുന്നു. ടീച്ചർ കഴിഞ്ഞ 3 വർഷമായി ഈ സ്കൂളിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. കറ്റാനത്തിനടുത്ത് ഇരിപ്പക്കുളത്ത് ലിബി ഭവനിൽ കുഞ്ഞുകുട്ടി സാറിന്റെയും മറിയാമ്മയുടെയും 4 പെൺമക്കളിൽ 2ാമത്തെ മകളായി 1970 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ഇലിപ്പക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലും തുടർന്ന് പ്രീ ഡിഗ്രി മാവേലിക്കര ബിഷപ്പ് മോർ കോളേജിലും TTC തിരുവല്ല സെന്റ് തോമസ് TTIയിലും B.Ed ചങ്ങനാശ്ശേരി NSS ട്രെയിനിംഗ് കോളേജിൽ നിന്നും പൂർത്തിയാക്കി. കറ്റാനം നെവിയത്ത് പുന്തലത്തറയിൽ ശ്രീ PJ ഫിലിപ്പാണ് ടീച്ചറുടെ ജീവിത പങ്കാളി. 2 മക്കൾ, മോൾ ഡോക്ടർ ജുവൽ സൂസൻ ഫിലിപ്പ്, ഭർത്താവ്
കറ്റാനം കാട്ടൂർ ടോമിൻ കെ തോമസ്, ടീച്ചറുടെ പേരക്കുട്ടി നെസ മറിയ തോമസ്. ഇവർ കുടുംബമായി കാനഡയിൽ താമസിക്കുന്നു. മകൻ ജോൺ ജെ ഫിലിപ്പ് കറ്റാനം പോപ്പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. 1997 മർത്തോമ മാനേജ്മെന്റിൽ ഒരു അധ്യാപികയായി നാരിങ്ങൽ സെന്റ് ജോർജ് UP സ്കൂളിൽ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് EALP സ്കൂൾ ആമല്ലൂർ, CDA UP സ്കൂൾ ഒലിമോൺ പാലക്കാട്, സെന്റ് തോമസ് LP സ്കൂൾ എരിമയൂർ, MTLP സ്കൂൾ കൗമപ്രയാർ എന്നിവിടങ്ങളിൽ LP UP അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഹൈസ്കൂൾ ടീച്ചറായി 2002-2005 സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കീഴില, 2005-2006 MT സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലും സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം, 2006 മുതൽ 2023 വരെ TMT 17 വർഷം, 2006 മുതൽ 2023 വരെ 17 വർഷം തലവടി TMT ഹൈസ്കൂളിലും ടീച്ചർ തന്റെ പ്രവർത്തന മികവ് തെളിയിച്ചു. 2023 ജൂൺ മുതൽ ഈ സ്കൂളിലും പ്രവർത്തിച്ചു വരുന്നു. ധാരാളം ശിഷ്യ സമ്പത്തുള്ള ഒരു അധ്യാപികയാണ് ലിൻ ടീച്ചർ. അധ്യാപനം എന്നത് ഒരു തൊഴിലല്ല, ദൈവം തന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമാണെന്ന് മനസ്സിലാക്കി പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിലുപരി കുഞ്ഞുങ്ങളെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ധൈര്യത്തോടെ നേരിടാനും തെറ്റുകളിൽ ശിക്ഷിക്കാനും കരുണയും സഹാനുഭൂതിയുമുള്ള മനുഷ്യരായി ജീവിക്കണമെന്നും കുട്ടികളെ പഠിപ്പിച്ചു. ഈ സ്കൂളിൽ സ്റ്റാഫ് സെക്രട്ടറിയായും ഇപ്പോൾ സീനിയർ അസിസ്റ്റന്റായും പ്രവർത്തിക്കുന്നു. ഈ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ടീച്ചർ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ പടിയിറക്കം വിശ്രമത്തിനുള്ള ഒരു പുതിയ വാതിൽ തുറക്കൽ മാത്രമല്ല, പുതിയ കർമ്മ മേഖലയിലേക്കുള്ള പ്രയാണം കൂടിയാണ്. ആരോഗ്യകരവും സന്തോഷപ്രദവുമായ വിശ്രമ ജീവിതം ആശംസിക്കുകയും ടീച്ചർ പകർന്നു തന്ന സ്നേഹത്തിനും കരുതലിന് മുന്നിൽ ശിരസ് നമിക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. താങ്ക് യു ടീച്ചർ. ഇന്നത്തെ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു വലിയവിലൻ അവരെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയമുള്ള നമ്മുടെ ഈ ഇടവകളുടെ വികാരി കൂടിയായ പ്രിയപ്പെട്ട അച്ഛൻ, നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ കുരുവിട മത്തു സാർ, ഹെഡ് മിസ്ട്രസ്, ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഴമ ഹുസൈൻ, മെമ്പർ ഗോകുൽ ഗോപാലൻ, വിശിഷ്ട വ്യക്തികളെ, അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കാതലായ സംഭാവനകൾ നൽകിയ സഭയാണ് മാർത്തോമാ സഭ എന്നതിൽ തർക്കമില്ല. അതിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും അവരുടെ ജീവിത ലക്ഷ്യം പ്രാപ്തീകരിക്കുവാൻ നമ്മുടെ ഈ സ്കൂളുകൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് തലമുറയ്ക്ക് നൽകിയ വലിയ നേട്ടമായി അതിനെ കണക്കാക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ NPS ഗേൾസ് ഹൈസ്കൂളിനെ പറ്റി മറ്റ് തലവടിയിലെ പല സ്കൂളുകളിലേക്കാൾ ഒരു ഡിസിപ്ലിൻഡ് സ്കൂൾ എന്നുള്ള നിലയിൽ, തലവടിയിൽ പേരുകേട്ട സ്കൂൾ എന്നുള്ള നിലയിൽ ഇതിൻ്റെ അധ്യാപകരായിരുന്നവർക്കും ഹെഡ്മിസ്ട്രസൊക്കെ ആയിരുന്നവർക്കും ഒക്കെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇവിടെ നിർത്തടയിൽ മൂന്നാം ടീച്ചർ TMA സ്കൂളിലും ദീർഘകാലം അധ്യാപികയായി ജോലി ചെയ്ത ആളാണ്. അധ്യാപന പ്രവർത്തനത്തോടൊപ്പം മികവുറ്റ സംഘാടക കൂടിയായിരുന്നു ടീച്ചർ എന്ന് ഞാൻ ഓർക്കുകയാണ്. ടീച്ചറിനും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട്, എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ കടന്നുകൂടിയ എല്ലാ അഭ്യുതകാംക്ഷികളെയും ദൈവത്തിൻ്റെ നാമത്തിൽ ഈ സ്കൂളിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലേക്ക് സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഭവമായ ഒരു ചടങ്ങാണ്. സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ താഴ്വഴികളിൽ ഒത്തിരി പഴക്കം ചെന്ന സ്കൂൾ. 108 സംവത്സരങ്ങൾ കഴിഞ്ഞു. യശസ്വരീയനായ ഓമശ്ശേരിയിലെ ദിവശ്രീ OC വർഗീസ് കശീശയുടെ മഹത്തായ
സാന്നിധ്യം ഉറങ്ങുന്ന സ്കൂളാണ്. നിക്കോൾസൺ സ്കൂൾ ആരംഭിച്ച നിക്കോൾസൺ മദാമയോട് ചേർന്ന് മിഷണറി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഓമശ്ശേരിയിലെ ദിവശ്രീ വർഗീസ് അച്ഛൻ. അദ്ദേഹം ആ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം കേട്ടുകഴിവില്ലാത്ത കാലത്ത് ഈ മേഖലയിൽ തിരുവല്ലയിൽ നിക്കോൾസൺ സ്കൂൾ ആരംഭിച്ചു. പടിഞ്ഞാറൻ മേഖലയിൽ ഒരു സ്കൂൾ ആരംഭിക്കണമെന്നുള്ള മദാമയുടെ താല്പര്യത്തോട് ചേർന്ന് നിന്നു. അക്കാലത്ത് കഴിഞ്ഞ കാലത്തെ പ്രഗത്ഭനായിരുന്ന കിഴക്കേ തലക്കൽ കത്തനാർ മാത്തൻ കത്തനാരും കൂടി ചേർന്നാണ് ഈ സ്കൂൾ ആരംഭിച്ചത്. സ്കൂൾ തുടങ്ങിയത് ഈ പള്ളിയുടെ മുറിയിൽ വെച്ചാണ്. പള്ളിയാണ് ക്ലാസ് റൂമായിട്ട്. അത്ര ശ്രേയസ്കരമായ ഒരു വിദ്യാഭ്യാസ ആരംഭമാണ് ഈ സ്കൂളിനുള്ളത്. 21 പെൺകുട്ടികൾ തുടക്കമിട്ടു. 1918 ഈ സ്കൂൾ ആരംഭിച്ചത്. മിഡിൽ സ്കൂളായിട്ട് ആരംഭിച്ചു. അത് 1919 എബ്രഹാം മർത്തോമാ തിരുമേനിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടത്തിൽ ഉദ്ഘാടനം വളരെ ചെറിയ ആരംഭത്തിൽ നിന്ന് ഇത്രത്തോളം അത്ഭുതകരമായി വഴി നടത്തിയ സാഹചര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വളരെ പെട്ടെന്ന് പറഞ്ഞത്. 1974 കണക്കനുസരിച്ച് ഇവിടെ 500 കുട്ടികൾ പഠിച്ചിരുന്നു. 500 പെൺകുട്ടികൾ, 13 ഡിവിഷനുകളായി 22 അധ്യാപകരും 5 നോൺ ടീച്ചിങ് സ്റ്റാഫും ഉണ്ടായിരുന്നു. 1962 ഇത് മാത്രം MT&DA കോർപ്പറേറ്റ് മാനേജ്മെന്റിലേക്ക് ചേർന്നത്. അങ്ങനെയുള്ള വളരെ സജീവതയോടെ പ്രവർത്തിക്കുന്ന സ്കൂള് 108ാമത് സംവത്സരം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവിക നടത്തിപ്പിന്റെ വലിയ കാലഘട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. യാത്രയിപ്പം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഈ നടക്കുന്ന ഈ വേളയിൽ പ്രത്യേകിച്ച് ലിനു മോൾ ടീച്ചർ കൊണ്ട് യാത്ര ഈ വർഷം പോവുകയാണ്. തീർച്ചയായും ഇതൊക്കെയാണ് ഈ വർഷത്തെ എൻ്റെ പ്രധാന സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ വർഷം ഈ സ്കൂളിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനം നിറഞ്ഞൊരു വർഷമാണ്. ചരിത്രത്തിൽ പ്രധാനം നിറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രിയ അച്ഛനും ടീച്ചറൊക്കെ വിളിക്കുമ്പോൾ ഞാനും വളരെ ഭഗ്നാശയനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഇത് മുന്നോട്ട് പോകും, എത്തും പിടിയില്ലാത്ത അവസ്ഥ. മാർത്തോമാ സഭയിലെ സ്കൂളുകൾ നമുക്ക് പണം വാങ്ങാതെ നമ്മുടെ അധ്യാപന നിയമിക്കുന്ന സ്ഥലമാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ വിടുതലും ദൈവിക പ്രവൃത്തി ഇവിടെ ഉണ്ടായി. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് പൊളിച്ചിട്ട് മഴ, അതിഭീകരമായ മഴയുടെ സംഹാരതാണ്ഡവം ഉണ്ടായ സമയത്ത് ഇത് വന്ന് എഞ്ചിനീയർ കണ്ട് ഫിറ്റ്നസ് തരാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ യാതൊരു നിശ്ചയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവദൂതനെ പോലെ അച്ഛൻ ഇവിടെ സമയത്ത് വികാരി അച്ഛനായിട്ട് വന്നു. അച്ഛൻ വേങ്ങൽ പള്ളിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നു. അച്ഛനോടുള്ള സൗഹൃദം വെച്ച് ഞാൻ അച്ഛൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അച്ഛൻ അത് വളരെയധികം ഉത്തരവാദിത്വം ഒരു അച്ഛന്മാരും ചെയ്യാത്തതുപോലുള്ള ഇടപെടൽ ഇവിടെ ഉണ്ടായി. പ്രത്യേകിച്ച് മെത്രാപ്പൊലീത്ത തിരുമേനി സംസാരിക്കുകയും ആലപ്പുഴ ജില്ലാക്കളുടെ മാർത്തോമാ സാറൊക്കെ ഇടപെട്ടാണ് ഒരു 6 മാസം നമുക്ക് സൗകര്യം തന്നത്. അതിന് പിന്നിൽ ഒത്തിരിയേറെ ആളുകൾ നമ്മളെ സഹായിച്ചു. ഞാൻ പറഞ്ഞത് ഇവിടെ ജോസഫ് കെ ജോർജ് അച്ഛൻ്റെ വളരെ സജീവതയോടെയുള്ള സാന്നിധ്യം, അതുപോലെ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൻ്റെ റിനോവേഷൻ വർക്കിൽ വളരെ മാർഗദർശനമായിരുന്നു, വളരെ നിർണായകമായിരുന്നു. എനിക്ക് പറഞ്ഞതിന് യാതൊരു സംശയമില്ല. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ അധികം മാനിക്കട്ടെ, 30, 60, 100 മേനിയായി പകരം നൽകട്ടെ. തീർച്ചയായും ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നത്തിന് നടുവിൽ ദൈവികമായ ഒരു വലിയ വെളിച്ചം നമുക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും. 16 ലക്ഷമെങ്കിലും ഒരു 5 ലക്ഷം രൂപ നേരത്തെ ബാത്റൂം റിനോവേഷന് കൊടുത്താണ്. 21 ലക്ഷം രൂപ ഈ അടുത്ത കാലത്ത് ഇവിടെ ചെലവഴിച്ചു. ഒരു സ്കൂളിൽ വേറെ സ്കൂളിൽ കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ ഫണ്ട് മാനേജ്മെന്റിൽ നിന്ന് ഇവിടെ നൽകി. പ്രത്യേകിച്ച് മാത്യു തോമസ് സാറൊക്കെ അതിനുവേണ്ടി പ്രത്യേകമായ സഹായമായ നിലപാടൊക്കെ എടുത്തു ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതൊരു അൺഇക്കണോമിക് സ്കൂളായിരുന്നു ഒരു കാലത്ത്. അത് മാറി ഇക്കണോമിക് സ്കൂളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ഗേൾസ് സ്കൂളാണ്, പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്, പെൺകുഞ്ഞുങ്ങളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് ഇന്ന്. അതൊരു മിക്സഡ് സ്കൂളാക്കിയാൽ മാത്രമേ ഇത് ഫലപ്രാപ്തിയിലേക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഉത്തേജനം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ക്രമീകരണം ചെയ്യട്ടെ. നമുക്കെങ്ങനെ അറിയാം, ഇന്ന് ലോകത്തെല്ലാം വല്ലാത്ത ലോകമാണ്. വല്ലാത്ത ലോകത്തിന് നടുവിൽ പരസ്പരം കാലുഷ്യമില്ലാതെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മറ്റുള്ള മാനേജ്മെന്റുകളും സ്കൂളുകളും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂളിലേക്ക് ചിന്തിക്കുമ്പോൾ ഇത് ലോങ് ടേം വിഷനോടുകൂടി ഇത് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സ്കൂളൊക്കെ മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയൂ. അച്ഛൻ ഇവിടെ പറഞ്ഞ പോലെ
UP സ്കൂളിലേക്ക് അവിടെ ഒരു പുതിയ കെട്ടിടമൊക്കെ വന്ന് ഇതൊക്കെ ഭാവിയിൽ അങ്ങോട്ട് നല്ല രീതിയിൽ ഒരു 2-3 നില കെട്ടിടം തുടങ്ങി ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇവിടെയും സ്ഥല ദൗർലഭ്യം വളരെ ബുദ്ധിമുട്ടാണ്. കല്യാണങ്ങൾക്ക് മറ്റു പരിപാടികൾക്ക് വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും സജീവതയോടെ ലോങ് ടൈം വിഷനോടെ ദീർഘകാല പദ്ധതിയോടെ ചിന്തിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്കൂളുകൾ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ചരിത്രത്തിന്റെ താഴ്വീഴ് മാർത്തോമാ സ്കൂളിന്റെ ചരിത്രം വിസ്മയകരമാണ്. ഇതും വിസ്മയകരമായ പാതയിലാണ് ഈ സ്കൂൾ സഞ്ചരിക്കുന്നത്. ദൈവകൃപയുടെ തണലിൽ ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞത് പണമില്ലാത്ത സ്ഥലത്ത് അത്ഭുതകരമായി മാനേജ്മെന്റിന്റെ പ്രവർത്തനം നടത്തി പോകുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ DPയുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ സമയത്ത് അങ്ങ് അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സാറേ ഞങ്ങൾ പണമൊന്നും വാങ്ങിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോയിന്റ് ഡയറക്ടറും RDD റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറും പറഞ്ഞു ശരിയാ സാറേ മാർത്തോമാക്കാർ പണമൊന്നും വാങ്ങിക്കത്തില്ല. അത് കണ്ടപ്പം ഒരു ക്രിസ്ത്യാനിയല്ലാത്ത ഡയറക്ടർക്ക് തന്നെ വലിയ അത്ഭുതം തോന്നി എങ്ങനെ പ്രവർത്തിക്കുന്നു. അന്ന് അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യ സമൂഹം നമ്മുടെ ചുറ്റും ഉള്ളതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വളരെ സജീവതയോടെ പോകേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് യാത്രാമംഗലം നേരുന്ന പ്രിയ ബിനുമോൾ ടീച്ചറെ പ്രത്യേകിച്ച് ആദരവുകൾ അർപ്പിക്കുന്നു. കോട്ടയത്തും അതുപോലെ കീഴത്തുമൊക്കെ ടീച്ചറുകളോടൊക്കെ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ്. തലമുടിയിൽ എൻ്റെ ഭാര്യയോടൊക്കെ ഏതാണ്ട് 17 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ചു. ദീർഘകാലം 17, 20 വർഷം ഈ തലമുടി എടത്വാ മേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രസാദം വചനത്തിങ്കൽ കാരുണ്യം ദർശനത്തിൽ എന്ന് കവി പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന എന്നോട് ഭാര്യയോടൊക്കെ ഈ വാക്ക് പറയുമ്പോൾ ഞാൻ ചോദിക്കും ഇങ്ങനെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് പ്രസാദത്തോടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ആൾ, സജീവതയോടെ കാര്യങ്ങൾ ഇടപെടുന്ന ഒരു അധ്യാപിക. തീർച്ചയായും ടീച്ചറുടെ യാത്ര ആയപ്പോൾ ഒരുപക്ഷെ മാനേജ്മെന്റിന് ദുഃഖകരമാണെങ്കിൽ തന്നെയും ടീച്ചറിന്റെ ഭാവി കാര്യം ദൈവം തമ്പുരാൻ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാനേജ്മെന്റിന്റെ എല്ലാവിധ യാത്രാമംഗളങ്ങളിൽ നിന്ന് നല്ലൊരു മലയാള അധ്യാപിക ഭാഷയുടെ മണിപ്രമാണത്തെ കുറെ കൂടി സജീവതയോടെ കുഞ്ഞുങ്ങൾ സന്നിവേശിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങൾ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ടീച്ചർ എല്ലാവിധ യാത്രയും നേരുന്നു. നല്ലൊരു വിശ്വാസിയാണ് ടീച്ചർ. ഭാവി ദൈവം വഴി നടത്തട്ടെ. മാനേജ്മെന്റിന്റെ യാത്രാമംഗളങ്ങളും ആദരവുകളും ഇവിടെ അറിയിക്കുന്നു. അധ്യാപക ജോലി പ്രിയ അച്ഛൻ പറഞ്ഞതുപോലെ വളരെയധികം ടെൻഷൻ പിടിച്ച ജോലിയാണ്. എന്നാൽ അത് അനുഗ്രഹീതമായൊരു ജോലിയാണ്. എന്നാൽ ദൈവിക നടത്തിപ്പ് വേണമെന്ന് മാത്രം. നിയമങ്ങൾ നാം അറിയാതെ തന്നെ നമ്മെ നയിച്ചുകൊണ്ട് പോവുകയാണ്. പ്രകൃതിയുടെ നിയമം അതാണ്. കാലത്തിന്റെ മാറ്റങ്ങൾ നമ്മയും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിലേക്ക് നയിക്കുവാൻ ഉൾപ്രേരങ്ങളായി തീരുവാൻ ദൈവം നമ്മെ ഇടയാകട്ടെ. ഈ സ്കൂളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാലാകാലങ്ങളിൽ ദൈവിക നടത്തിപ്പും സജീവതയോടെ ഇടപെടലും ഉണ്ടാകട്ടെ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടെ എല്ലാവരും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് പ്രിയ അച്ഛൻ, പ്രത്യേകിച്ച് പ്രിയ അച്ഛനും ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന വിശിഷ്ട എല്ലാവരെയും അധ്യാപക സമൂഹത്തെയും ഒക്കെ എൻ്റെ സ്മരണയിൽ ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാർഡിന്റെ തിരക്കുറിയായി തിളങ്ങി നിൽക്കുന്ന മാർത്തോമ NTHS സ്കൂളിന്റെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി പറയുന്നു. നമുക്കറിയാം, ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ്. നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പരീക്ഷ ആണെങ്കിലും പ്രത്യേകിച്ച് SSLC പരീക്ഷയൊക്കെ ഒരുങ്ങുന്ന സമയമാണ്. പല ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ
നല്ല ഒരു ആഘോഷമാണ്. ആടിപ്പാടി ടെൻഷനെല്ലാം മറന്നുകൊണ്ട് ആടിപ്പാടി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമാണ്. ഇന്ന് ആനിവേഴ്സറിയുടെ കൂടെ തന്നെ ഇന്നൊരു യാത്രയയപ്പും കൂടെ ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട്. സമൂഹത്തിൽ നല്ലൊരു പൗരനെ വാർത്തെടുക്കുക എന്ന അധ്യാപന ജോലിയിൽ ഇത്രയും നാൾ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വിരമിക്കുന്ന ടീച്ചറിന്റെ സേവന മാഹാത്മ്യത്തെയും വ്യക്തി മാഹാത്മ്യത്തെയും കുറിച്ച് ഇവിടെ എല്ലാവരും വിവരിച്ചു. ടീച്ചറിന്റെ സേവനത്തിനും ആത്മാർത്ഥതയ്ക്കും അർപ്പണ മനോഭാവത്തിനും നന്ദി പറയുന്നു. തുടർന്നുള്ള വിശ്രമ ജീവിതം ആരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും കലാകായിക മത്സര രംഗങ്ങളിലും മികവ് തെളിയിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രതിഭകളെ ഇവിടെ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളുമുണ്ട്. അങ്ങനെയുള്ള മക്കളെയും മാതാപിതാക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. കൂടാതെ ഇവിടെ അധ്യാപന ജോലി എന്ന് പറഞ്ഞാൽ മഹനീയമായ ഒരു ജോലിയാണ്. നമുക്കറിയാം, ടീച്ചർമാർ പെൻഷനായി കഴിഞ്ഞാലും നമ്മളൊക്കെ ടീച്ചർമാരെ കാണുമ്പോൾ ടീച്ചറെ എന്നെ പഠിപ്പിച്ചതാണ് അവർക്ക് ഓർമ്മയില്ലെങ്കിൽ തന്നെ അവരോട് ചെന്ന് പറയുമ്പോൾ അവരുടെ ആ കണ്ണുകളിലെ തിളക്കവും അവരുടെ സ്നേഹവും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട മിനി ടീച്ചർ, പ്രിയപ്പെട്ട മറിയാമ്മ ടീച്ചർ അറിവ് പകർന്നുകൊണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ഒത്തിരി ടീച്ചർമാരോട് ഇരിപ്പുണ്ട്. എനിക്ക് ഒരു ടീച്ചറോട് ഇരിപ്പുണ്ട്, LIC മാനേജരായി റിട്ടയർ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുശീല മാഡം. ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ എന്നതിലുപരി ടീച്ചർ മാഡം എനിക്കൊരു ടീച്ചർ കൂടിയായിരുന്നു. നമ്മളെല്ലാം പേഴ്സണലായിട്ട് ഒരു ബിസിനസ് കൊണ്ട് തരുന്നതിലുപരി ഒരു ടീച്ചറിനെ പോലെ, ടീച്ചർ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളെ സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ കൗൺസിലറായിട്ട് മാഡം ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഈ മഹാസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും അനധ്യാപകർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ടീച്ചർ പറഞ്ഞ ചില കൊട്ടേഷനുകൾ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെക്കാനാണെങ്കിൽ ഈ സ്കൂളിലെ ചുവരുകൾ മൊത്തം ടീച്ചറിന്റെ കൊട്ടേഷനുകൾ എഴുതി വെക്കേണ്ടി വരും. TMB സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് കുട്ടികളുടെ കുറച്ച് ചോദ്യങ്ങൾക്ക് അഡിക്റ്റഡ് ചെയ്യുന്നുകൊണ്ടിരുന്ന 2 ടീച്ചർമാരായിരുന്നു. ഒന്ന് മിനി ടീച്ചറും ഒന്ന് ലിൻ ടീച്ചറും. കാര്യം മറ്റു ടീച്ചർമാരോട് വളരെ ബഹുമാനവും പേടിയും ഒക്കെ നമുക്കുണ്ട്. തിരിച്ചങ്ങനെയുള്ള മറുപടികളും ചോദ്യങ്ങളും ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടായിരുന്നു. ഇവര് നമ്മളോട് അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ അറിയാമല്ലോ, കുട്ടികളാകുന്ന സമയത്ത് ടീച്ചർമാരുടെയുള്ള കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ അതിൻ്റെ അതേ വേവ് ലെങ്തിൽ തന്നെ തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുന്ന 2 ടീച്ചർമാർ, ഒന്ന് ടീച്ചറുണ്ട് ഇവിടെ, പിന്നെ യു ടീച്ചറും. ഞാൻ ഇവിടെ കൂടിയിട്ടുള്ള കുട്ടികളോട് പറയാം, നമ്മൾ പഠിച്ചിറങ്ങി നമ്മുടെ സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കാട്ടി വലിയൊരു ധൈര്യം വേറെ ഇല്ല. പക്ഷെ അതില്ലാത്തൊരു സാഹചര്യം, നമ്മൾ പഠിച്ച സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ആരുമില്ല. നമ്മളെ ഒന്ന് വെൽക്കം ചെയ്യാൻ അന്നത്തെ അധ്യാപക കാണും, ഹെഡ്മിസ്ട്രസ് കാണും, അല്ലെ PT അംഗങ്ങൾ കാണും. പക്ഷേ എടാ കയറി വാടാ പതിക്കട എന്ന് പറയാൻ നമ്മളെ പഠിപ്പിച്ചൊരു ടീച്ചർ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടി വലിയൊരു നമുക്ക് ഒരു സന്തോഷവും ഇല്ല, ഒരു ധൈര്യവും ഇല്ല. കാര്യം ദൈവം സഹിച്ചാൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചറും കൂടെ ഇപ്പോൾ പടിയിറങ്ങുകയാണ്, അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഇനി ലിസ് ടീച്ചറും കൂടെ ഉള്ളൂ. എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ലിസ് ടീച്ചറും കൂടെ ആ TMB സ്കൂളിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമയത്ത് നമ്മൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ ആരും ഇല്ലാത്തൊരു കുട്ടിയെ പോലെ തന്നെ ആയിരിക്കും. കാര്യം കയറി വന്നിരിക്കട എന്ന് പറയാൻ ആ സ്വാതന്ത്ര്യത്തിൽ ആരും ഉണ്ടാവില്ല. മെമ്പറെ വന്നിരിക്കും, ബഹുമാനത്തിൻ്റെ അതിരുകളിൽ തന്നെ വിളിച്ച് മെമ്പർ വന്നിരിക്കും എന്ന് പറയാൻ ഒരാൾ കാണും. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത്
നമ്മളിപ്പോൾ കടന്നു പോകുന്ന ജീവിതമാണ് ഏറ്റവും സുന്ദരവും സന്തോഷമുള്ള ജീവിതം. പഠിക്കുന്ന സമയത്ത് നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും പറഞ്ഞാൽ നമുക്ക് ആ സന്തോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ നേടാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് ഒരു ആലോചന ഉണ്ടാവില്ല. പക്ഷെ മറിച്ച് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു അറ്റത്തെത്തി നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്കൂൾ കാലയളവ് എനിക്ക് ഒന്നുകൂടെ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകും. ആ സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ ചെന്ന് പുറകിൽ പോയിരുന്ന് വർത്താനം പറയാനും ഫ്രണ്ട് ഇരിക്കുന്നവരിട്ട് കുത്താനും ഇതൊന്നും നടക്കില്ല. ഇപ്പോൾ ഉള്ള സമയം ആസ്വദിക്കുക, ടീച്ചർമാർ പറയുന്നത് കേൾക്കുക, അവരെ അനുസരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഗേൾസ് ഹൈസ്കൂള് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു ഏറ്റവും മാതൃകപരമായി നടന്നു പോകുന്ന ഒരു സ്കൂളാണ്. കാലങ്ങളായി നമ്മൾ കേൾക്കുന്നു. തുടർന്നും നല്ല ഒരു ഗുഡ്വില്ലോടുകൂടി തന്നെ ഈ സ്കൂള് മുമ്പോട്ട് പോട്ടെ. ഏതാണ്ട് 108ാമത് സ്കൂൾ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് 108 വർഷത്തെ കുതിപ്പിന്റെയും കിതപ്പിന്റെയും കഥ പറയാനുള്ള സ്കൂള്. അറിയാം, സമീപ സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുള്ള സ്കൂളുകളെല്ലാം ഇടയ്ക്ക് വെച്ച് കോവിഡിന് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരുപാട് സ്കൂളുകളുണ്ട് നിന്ന് പോയത്. അങ്ങനെയുള്ള കാലത്തും അതിനെ എല്ലാം തകർത്തുകൊണ്ട് ഈ സ്കൂൾ ഇന്നിപ്പോൾ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിനും അതുപോലെ തന്നെ PTA സഭ എല്ലാത്തിൻ്റെയും പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഈ ചടങ്ങിൽ ഇവിടെ വരാനും നിങ്ങളെ കാണുവാനും എൻ്റെ പ്രിയ ടീച്ചറെ യാത്രയപ്പിൽ ചടങ്ങിൽ 2 വാക്ക് സംസാരിക്കാനും ഭാഗ്യം കിട്ടി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഫംഗ്ഷനിലൊക്കെ ക്ഷണിച്ചാൽ നിങ്ങളെ വന്ന് കാണാനും കുട്ടികളെ കാണാനും 2 വാക്ക് സംസാരിക്കാനും ആഗ്രഹമുണ്ട്. ഇപ്പോൾ തിരക്കുണ്ട്, അതുകൊണ്ടാണ് പ്രസിഡന്റ് ആദ്യം ഇറങ്ങി ഓടിയത്. ജില്ലാ കളക്ടറുടെ കീഴിലുള്ള മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് വാക്കുകൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ടൈമില്ല. തൽക്കാലത്തേക്ക് ഞാൻ വില കൊള്ളുകയാണ്. ഈ സ്കൂളിൻ്റെ അധ്യാപക രക്ഷകത്വ സമ്മേളനവും യാത്രയപ്പും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും ഈ ചടങ്ങിൽ എന്നെ വിളിച്ചാൽ എല്ലാവിധ സന്തോഷവും. എനിക്ക് ഈ സ്കൂളിന് മുമ്പോട്ടുള്ള ഒരുപാട് കാലത്ത് 108 അല്ല 200 അല്ല 300 അല്ല മുമ്പോട്ട് ഈ സ്കൂൾ ഒരുപാട് മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കൊടുക്കും മാറില്ല അടുത്തന്നെ പിന്നെ ക്യാമറ വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 108ാമത്തെ വാർഷികമാണ് ഈ സ്കൂളിൻ്റേത്. ഞാൻ 107 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത്. എൻ്റെ അധ്യാപന ജീവിതം പിച്ചവെച്ച് തുടങ്ങിയത് ഈ സ്കൂളിൽ നിന്നാണ്. 16/6/1982. ഇന്നേക്ക് 44 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ ഒരു ജൂനിയർ അധ്യാപകനായിട്ട് ഞാനിവിടെ ജോലിയിൽ പ്രവേശിച്ചു. പിൽക്കാലത്ത് അന്ന് ഉണ്ടായിരുന്ന പല അധ്യാപകരും, ഇപ്പോൾ വർക്ക് ചെയ്ത പല അധ്യാപകരും ഇന്നും ഇവിടെയുണ്ട്. അച്ചാമ്മ ടീച്ചർ, മേരി അലിസ് ടീച്ചർ, മറിയ ടീച്ചർ ഇവരുമായിട്ട് എപ്പോഴും സൗഹൃദം പങ്കുവെച്ച് പോകുന്നു. 2ാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായ ലിനിമോൾ ടീച്ചർ തന്നെയാണ്. ടീച്ചറോടൊപ്പം 2 വ്യത്യസ്ത സ്കൂളുകൾ, PLM സെൻറ് തോമസ് സ്കൂളിൽ 2 കാലഘട്ടത്തിലും തലവടി TMT ഹൈസ്കൂളിലും ഒന്നിച്ച് ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. ടീച്ചർ അറിയാമല്ലോ, മാവേലിക്കര കറ്റാനിൽ നിന്നാണ് സ്കൂളിൽ എത്തിച്ചേരുന്നത്. ഏകദേശം 2-3 വാഹനങ്ങൾ മാറി കയറിയാണ് സ്കൂളിലെത്തുന്നത്. മനഃപൂർവ്വമായിട്ട് താമസിക്കാതെ തൻ്റെ ജോലികൾ കൃത്യമായി നിർവഹിച്ച് കൃത്യസമയത്തെത്തി തന്നിൽ അർഹമായ കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ച് സന്തോഷത്തോടെ പോകുന്ന ഒരു ടീച്ചറെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഷി വാസ് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ഹർ സ്റ്റുഡൻസ്. അതിൻ്റെ പ്രതീകം എന്നോണമാണ് 2004 കുട്ടികൾ, എനിക്ക് തോന്നുന്നത് മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, എറണാകുളം, തൃശ്ശൂർ ഒക്കെയുള്ള കുട്ടികൾ ടീച്ചറെ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മൊമെൻറ്റോ തയ്യാറാക്കി ടീച്ചർ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ഏൽപ്പിച്ചത്. ദയവായി ടീച്ചർ അത് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു വാക്കോടെ പറഞ്ഞുകൊള്ളട്ടെ. സത്യ വേദപുസ്തകത്തിലെ
ഒരു യജമാനിൻ്റെയും ദാസന്മാരുടെയും വിവരണമുണ്ട്. ആ വിവരണത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഒരു യജമാനൻ ദൂരസ്ഥലത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ 3 പേരെ വിളിച്ചു. അവർക്ക് അവരുടെ അക്കോർഡിംഗ് ടു ദെയർ കപ്പാസിറ്റീസ് ആൻഡ് എബിലിറ്റീസ്, അവരുടെ കഴിവിനൊക്കെ വരണം കുറേ താലന്തുകൾ കൊടുത്തു. ഒന്നാമത്തെ ആളെ വിളിച്ച് 5 താലന്തുകൾ കൊടുത്തു. രണ്ടാമത്തെ ആളിനെ വിളിച്ച് 2 താലന്ത് കൊടുത്തു. മൂന്നാമത്തെ ആളിനെ വിളിച്ച് 1 താലന്ത് കൊടുത്തു. ആ യജമാനൻ ദൂരസ്ഥലത്ത് പോയി കുറേ വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നു. തൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ദാസന്മാരെ വിളിച്ചു. ഒന്നാമത്തെ ആളിനെ വിളിച്ചു. അയാൾക്ക് 5 താലന്താണ് ലഭിച്ചത്. അയാൾ 5 താലന്ത് കൂടെ ഏൺ ചെയ്ത് യജമാനൻ്റെ കയ്യിൽ കൊടുക്കുന്നു. യജമാനൻ്റെ അപ്രീസിയേഷന് പാത്രമായി ഇരിക്കുന്നു. രണ്ടാമത്തെ ആളിനെ വിളിച്ചു. അയാൾക്ക് 2 താലന്താണ് ലഭിച്ചത്. അയാൾ 2 താലന്ത് കൂടെ അക്വയർ ചെയ്ത് യജമാനെ ഏൽപ്പിക്കുന്നു. യജമാനോട് സന്തോഷമായി അദ്ദേഹത്തിന് അപ്രീസിയേഷൻ ലഭിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ആൾ 1 താലന്താണ് ലഭിച്ചത്. അദ്ദേഹം ആ താലന്ത് വ്യാപാരം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തില്ല. ലോകത്തെ കാണിച്ചത് പോലുമില്ല. അദ്ദേഹം അത് കൊണ്ടുപോയി ഭൂമിയിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ യജമാൻ വളരെ ദുഃഖമുണ്ടായി. എന്നാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദാസന്മാരെ പോലെ തനിക്ക് ലഭിച്ച താലന്തുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് താനായിരുന്ന സമൂഹത്തിന്, താനായിരുന്ന സ്കൂളുകൾക്ക്, സമൂഹത്തിന്, ജനനന്മയ്ക്ക് ഒക്കെ പ്രവർത്തിച്ച് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് സേവനത്തിന് വിരമിക്കുകയാണ് പ്രിയ ലിനിമോൾ ടീച്ചർ. ടീച്ചറിന് എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും നേരുന്നു. സന്തോഷത്തോടെ ഈ കുട്ടികളുടെ ഉപഹാരം സ്വീകരിച്ചു. ഈ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കാൻ ലഭിച്ച അവസരത്തിന് നന്ദി കരയട്ടെ. ആദ്യം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മാഷ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ബോർഡിൽ ഒരു വാചകം എപ്പോഴും എഴുതി വെക്കും. പെട്ടെന്ന് മനസ്സിൽ വന്ന ചിന്തയാണ്. അതിങ്ങനെയാണ്: ഹിച്ച് യുവർ വാഗൻ ടു എ സ്റ്റാർ. എനിക്കന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായത് ഹിച്ച് യുവർ വാഗൻ ടു എ സ്റ്റാർ. പണ്ടൊരു വളരെ പഴയ ഒരു പഴഞ്ചൊല്ല, ഒരു ആപ്തവാക്യമാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തരാകരുത്, നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ കുഞ്ഞുങ്ങളോടാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തരാകാതെ വലിയ വലിയ സ്വപ്നങ്ങളുള്ള കുഞ്ഞുങ്ങളായി നിങ്ങൾ മാറണം. അതാണ് അതിൻ്റെ മലയാള അർത്ഥം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ. രണ്ടാമത്തെ പരീക്ഷ 12ാം ക്ലാസ്സിലെ പരീക്ഷ. രണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കടമ്പകളാണ്. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നു അനുസരിച്ചാണ് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ആദ്യം ഓപ്ഷൻസ് ഇല്ല. എന്ന് വെച്ചാൽ സയൻസ്, കൊമേഴ്സ്, ആർട്സ്, ഈ 3 ശാഖകളേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ല. +2 തന്നെ 48 കോമ്പിനേഷൻ ഉണ്ട്. ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. പഠിച്ചാൽ നിങ്ങൾ സമർത്ഥരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിച്ച് ഉന്നതമായ നിലയിലെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് അഭിരുചിയോട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്ത് സബ്ജക്റ്റാണ് ഇഷ്ടം? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, സയൻസ് ആണെങ്കിൽ അങ്ങനെ, മെഡിക്കൽ ലൈൻ ആണെങ്കിൽ അങ്ങനെ കൊമേഴ്സ് ആണെങ്കിൽ അങ്ങനെ. നിങ്ങൾ ഹയർ കോളേജിൽ പോകുന്ന സമയത്ത് കോഴ്സുകൾ വളരെ വൈവിധ്യമാണ്. ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് എക്കണോമിക്സ് പഠിക്കാൻ പറ്റും, കൊമേഴ്സ് പഠിക്കാം. അങ്ങനെയുള്ള സ്ട്രക്ചറിലായ കോഴ്സുകളൊക്കെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ, സമൂഹത്തിൽ നല്ല വ്യക്തിത്വമുള്ളവരായി നല്ല പൊസിഷനിലെത്തി സമൂഹത്തെ സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഇപ്പോൾ മെഡിക്കൽ ലൈനിൽ പോകാൻ താല്പര്യമുള്ള ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും ആ ലൈനിലുള്ള കാര്യങ്ങൾ വായിക്കണം, പഠിക്കണം, ഡോക്ടേഴ്സുമായി സംസാരിക്കണം. മനസ്സിലായി? നഴ്സിംഗിന് പോകാൻ താല്പര്യമുള്ള കുട്ടി നല്ലതാണ്. വിദേശത്തൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി നിങ്ങൾ സംസാരിക്കണം, അങ്ങനെ പുസ്തകങ്ങൾ വായിക്കണം. നെറ്റിലൊക്കെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അത് നിങ്ങൾ സഹായിക്കാൻ അധ്യാപകരുണ്ട്. നിങ്ങൾ കരിയർ എന്താണെന്ന് മനസ്സിലാക്കി തരാനുള്ള കരിയർ ഗൈഡൻസ് ഉണ്ട്.
ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നല്ല നിലയിൽ എത്തിച്ചേർന്ന് ഈ സമൂഹത്തിൽ നന്മയുള്ളവരായി തീരണം. അതാണ് നിങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കഠിനമായി പ്രയത്നിക്കുക, അധ്വാനിക്കുക, കഷ്ടപ്പെടുക. ബേണിംഗ് ഇൻ ദ മിഡ് നൈറ്റ് ഓയിൽ കേട്ടിട്ടുണ്ടല്ലോ. രാത്രി ഉറക്കളിച്ച് അധ്വാനിച്ച് പഠിച്ചെങ്കിൽ മാത്രം, നല്ല മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ നല്ല സ്ഥാനത്ത് എത്താൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതിന് ശ്രമിക്കണം, അധ്വാനിക്കണം. ഈ പ്രായം എന്ന് പറയുന്നത് ഇതൊരു അവസരമാണ്. ഈ അവസരം നന്നായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള അവസരം ഒരുക്കി തന്നു ഈ സ്കൂള്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് അഭിമാനിക്കണം. ഞാൻ പഠിച്ച സ്കൂൾ, എനിക്ക് എപ്പോഴും അഭിമാനം എൻ്റെ സ്കൂളിനെ കുറിച്ച്, എൻ്റെ അധ്യാപകരെ കുറിച്ച്. എവിടെ പോയാലും ഞാൻ പഠിച്ച സ്കൂൾ ഇതാണ്. ഞാനിപ്പോൾ ഗേൾസ് ഹൈസ്കൂളിൽ പ്രോഡക്റ്റാണ് ഞാൻ പഠിച്ചത് സെൻറ് ജോൺസ് കോളേജ് ആഗ്രയിലാണ്, ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കോളേജാണ്. എനിക്ക് വലിയ അഭിമാനം അവിടെ പഠിച്ചതിനെ കുറിച്ച്. ഞങ്ങളുടെ അലുമിനി മീറ്റിംഗ് ഒക്കെ എപ്പോഴും കൂടുന്നതാണ്. അധ്യാപകരെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയരാനൊക്കെ സാധിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്മയുള്ളവരായി, സ്നേഹമുള്ളവരായി മാറും. നല്ല ചിന്തകൾ, നല്ല വായന, നല്ല കാര്യം മാത്രമേ ചിന്തിക്കാവൂ. തെറ്റായ വഴികളിലേക്ക് പോകാൻ പ്രേരണ വളരെ ശക്തമായി കാലം, അതൊക്കെ ഒഴിവാക്കണം. നല്ല ചിന്തയിൽ നിന്ന് നല്ല വാക്ക് വരുന്നത്, നല്ല വാക്കിൽ നിന്ന് നല്ല പ്രവൃത്തികൾ വരുന്നത്, നല്ല ശീലം ഉണ്ടാകും. അതുകൊണ്ട് നല്ല കാര്യം മാത്രമേ ചിന്തിക്കാവൂ എന്ന കാര്യം വീണ്ടും ഓർപ്പിക്കുന്നു. എല്ലാവിധവും നന്മകൾ നിങ്ങൾക്ക് നേരുന്നു. ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ സർവീസിൽ റിട്ടയർ ചെയ്യുന്ന ലിനു ടീച്ചറിനെ കുറിച്ച് ഒത്തിരി കാര്യം പറയുന്നുണ്ടായല്ലോ. അധ്യാപനം വലിയൊരു മഹത്കരമായ ശുശ്രൂഷയാണ്. പ്രിയ ടീച്ചറെ ഈ സമൂഹം നൽകിയ എല്ലാ സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറിനും കുടുംബത്തിനും എല്ലാ നന്മകളും നേരുന്നു. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റിയായി വളരുവാൻ ഈ സ്കൂൾ ഇത്രത്തോളം ഇടയായല്ലോ. ബഹുമാനപ്പെട്ട ജോസഫ് ജോർജ് അച്ഛന് ഒത്തിരി ഉത്സാഹിച്ചാണ് ഈ സ്കൂൾ ഇത്രയും മനോഹരമാക്കിയത്. കോർപ്പറേറ്റ് മാനേജറായ കുള്ള സാർ ഒത്തിരി സഹകരിച്ചു. അങ്ങനെ ഞങ്ങളുടെ എല്ലാം ഒരു സഹകരണം കൊണ്ട് ഒരു അഭിമാനകരമായ സഭയുടെ സ്കൂളാണ് ഈ ആനപ്രമ്പൽ ഗേൾസ് സ്കൂൾ പറയുന്നത്. അങ്ങനെ ഈ ഞങ്ങളുടെ ഒരു അഭിമാനമായ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അധ്യാപകരും കുഞ്ഞുങ്ങളുമാണ്. അതിനെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും വീണ്ടും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വെച്ചത്. താങ്ക് യു. താങ്ക് യു ടീച്ചർ. ആനപ്രമ്പാൽ മാർത്തോമാ ഗേൾസ് ഹൈസ്കൂളിന്റെ 108ാമത് വാർഷികാഘോഷ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആനപ്രമ്പാൽ മാർത്തോമാ ചർച്ച് വികാരി റവറൻ ജോസഫ് കെ ജോർജ് അച്ഛൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മാർത്തോമാ സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ് അച്ഛൻ, അനുമോദന സന്ദേശം നൽകിയ MD&DA സ്പോർട്സ് കോർപ്പറേറ്റ് മാനേജർ ശ്രീ കുരുവിള മാത്യു സാർ, ഷീജ ടീച്ചർ, ഞങ്ങളുടെ PTA പ്രസിഡന്റ് സജിനി ജോസഫ്, പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ബെറ്റി ടീച്ചർ, സദസ്സിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, അധ്യാപക സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്ന് ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരോടൊത്ത് ഇങ്ങനെ ഒരു അവസരത്തിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്ന വലിയവനായ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ആദ്യം തന്നെ 1997 ജനുവരി 15-ന് നാരങ്ങാനം സെന്റ് ജോർജ് UP സ്കൂളിൽ ഒരു അധ്യാപികയായി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം ആമല്ലൂർ LP സ്കൂളിൽ പ്രവർത്തിച്ചു. പാലക്കാട് എരുമയൂർ ഒലിവ് മൗണ്ട് സ്കൂളുകളിൽ അങ്ങനെ 5 LP UP സ്കൂളുകളിൽ വർക്ക് ചെയ്തതിനു ശേഷം ഞാൻ 2002-ൽ പീഡിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹൈസ്കൂൾ മലയാളം അധ്യാപികയായി നിയമിതയായി. ഞാൻ അവിടേക്ക് പോകുമ്പോൾ, എനിക്ക് പീഡിലം സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മോൾക്ക് 2.5 വയസ്സൊക്കെ ഉള്ളൂ. ഞാൻ അന്നത്തെ മാനേജറായിരുന്ന ഫിലിപ്പ് സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് പീഡിലം വരെ എനിക്ക് പോകുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. സാർ പറഞ്ഞു, ടീച്ചറിനേക്കാൾ മുന്നമേ ജോലി ഹൈസ്കൂളിൽ പോകാമെന്ന് താല്പര്യപ്പെട്ടവരുണ്ട്, പക്ഷേ ടീച്ചർ പോയേ പറ്റൂ. ടീച്ചർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. പീഡിലം സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു YD കുഞ്ഞുമോൻ സാറും അന്നമ്മ മാത്യു ടീച്ചറും ഉണ്ട്. ടീച്ചർ അങ്ങ് ചെന്നാൽ മതി. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ 2002-ൽ
കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരുന്നത്. ഇന്ന് എൻ്റെ ഈ റിട്ടയർമെന്റ് യോഗത്തിലും വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് അനുമാതി ടീച്ചർ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുന്നെങ്കിലും ടീച്ചറും കുഞ്ഞുമോൻ സാർ വളരെ രാവിലെ ഇറങ്ങി യാത്ര ചെയ്ത് ഈ മീറ്റിംഗിൽ സംബന്ധിച്ചതിനുള്ള പ്രത്യേക നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു. കീഴിലം സ്കൂളിൽ നിന്നും 2005-2006 ഞാൻ കോട്ടയം ND സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നു. അന്നുണ്ടായിരുന്ന സാമാജി സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. 2006 ഞാൻ TND സ്കൂളിൽ 2006 എത്തിയത്. ഞാൻ എത്തുമ്പോൾ അവിടുത്തെ HM-ആയിരുന്ന സൂസമ്മ ശമുവൽ ടീച്ചർ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഒരുപാട് വരാതിരിക്കാനുള്ള കാരണങ്ങളുണ്ട്, പക്ഷേ ടീച്ചറുടെ റിട്ടയർമെന്റിന് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. വളരെ സന്തോഷത്തോടെ ടീച്ചർ ഈ മീറ്റിംഗിൽ വന്നതിൽ പ്രത്യേക എല്ലാ വർഷവും ജനുവരി 1 എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാണ്. ടീച്ചർ അത് കൃത്യമായിട്ട് ഓർക്കും. ജനുവരി 1 വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ വിളിച്ചാലും ലിനു ജനുവരി 1 മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, ഞാൻ ഓർത്തിരുന്നു, വിളിക്കാൻ പറ്റിയില്ല എന്ന് കൃത്യമായി പറയുന്ന സൂസമ്മ ശമുവൽ ടീച്ചർ മലയാളം അധ്യാപികയാണ്. ഞാൻ ഏറെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു ക്ലാസ്സിൽ ഫുൾ ടൈം ടീച്ചർ ഇരുന്നിട്ടുണ്ട്. ആ പേടിയാണ്, എന്നാലും ശരി ടീച്ചർ ഫുൾ ടൈം ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം ടീച്ചർ എഴുതി വെച്ച റിപ്പോർട്ട് എനിക്ക് തന്നെ വായിക്കാൻ തന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു മികച്ച അധ്യാപിക എന്ന അന്ന് ടീച്ചർ എഴുതി വെച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പിന്നീട് കീഴിലത്ത് TND തന്നെ 17 വർഷം വർക്ക് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. കീഴിലം സ്കൂളിൽ തന്നെ ഇരുന്ന് റിട്ടയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ദൈവഹിതം ഇതായിരുന്നു. കീഴിലം സ്കൂളിലായിരിക്കുമ്പോൾ സ്കൂളിനോട് ചേർന്ന LP സ്കൂളിൽ ദീർഘവർഷം ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ച മാത്യു സാർ വന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഒരു കുടുംബമായി കഴിഞ്ഞിരുന്നതാണ്. മാത്യു സാറും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. TND സ്കൂളിലാണ് 17 വർഷം പ്രവർത്തിച്ചത്. ഞാൻ ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടതല്ല, എന്നാൽ ദൈവഹിതമെന്ന് വിചാരിക്കുന്നു. TND സ്കൂളിൽ എത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ബസ് സ്റ്റോപ്പിനടുത്തുള്ള സ്കൂളിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയതും ഞാനൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം കുറച്ച് നാളുകളായി ഞാൻ കാലിന് വേദനയാൽ ഭാരപ്പെടുന്നുണ്ട്. ഞാൻ ഈ കുട്ടനാട്ടിൽ പ്രവേശിച്ചിട്ട് ഏകദേശം 20 വർഷം പൂർത്തിയാവുകയാണ്. ഞാൻ രാവിലെ 3 ബസ്, വൈകിട്ട് 3 ബസ്, 6 ബസ് മാറി കയറിയാണ് ഞാൻ വരുന്നത്. ഈ അടുത്ത കാലത്ത് മുട്ടിന് വേദനയാൽ ഭാരപ്പെട്ടു. തേയ്മാനം കൊണ്ട് മുട്ടിന്റെ ഒരു ലെയറിന് പോറൽ പറ്റിയതിനാൽ ഒരു കീഹോൾ സർജറി വേണം എന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അത് നടത്തണം എന്ന് അന്നൊക്കെ ആഗ്രഹിച്ചു. എങ്കിലും ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത്രയും ദൂരം ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ഒന്നുകിൽ ആരെങ്കിലും കൊണ്ടുവിടണം, ഇല്ല എങ്കിൽ സ്കൂളിനടുത്ത് താമസിക്കണം. ഇതൊന്നും അന്ന് എനിക്ക് സാധ്യമല്ല. ഹസ്ബൻഡ് സ്ഥലത്തില്ല, കൊച്ചു പിള്ളേരാണ്, കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തണം. അതിനെല്ലാം ദൈവം കാര്യങ്ങളെ ബലപ്പെടുത്തി. അപ്പോൾ എനിക്ക് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിലും അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോഴും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും രോഗം ഭേദമായിട്ടില്ല. എങ്കിലും എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കാരുണ്യവാനായ കർത്താവ് ഇതുവരെയും എന്നെ കരം പിടിച്ച് നടത്തിയതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ജയശ്രീ ടീച്ചർ HM-ആയിരിക്കുമ്പോൾ ഞാൻ DRSന് വേണ്ടിയൊക്കെ ഒന്ന് ആഗ്രഹിച്ചതാണ്. ജയശ്രീ ടീച്ചർ അത് അനുവദിച്ചില്ല. ഇന്ന് ജയശ്രീ ടീച്ചർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ സെന്ററിന്റെ മാസയോഗം നടക്കുന്നത് കൊണ്ട് ടീച്ചർ ഏതെങ്കിലും സമയത്ത് എത്തുമെന്ന് പറഞ്ഞു. ടീച്ചർ ഈ മീറ്റിംഗിൽ വരാം എന്ന് സമ്മതിച്ചതാണ്. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. 3 വർഷം മുൻപ് നിത്യതയിൽ പ്രവേശിച്ചു. എൻ്റെ മാതാവ് 80 വയസ്സ് കഴിഞ്ഞു. ശാരീരികമായി സൗഖ്യം ഇല്ലാത്തതിനാൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. 2 വർഷം മുൻപ് വരെ വിദേശത്തായിരുന്നു. 2 വർഷം കൊണ്ട് നാട്ടിലുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ള വചനം അതിയായി പാലിക്കുന്ന ഒരാളാണ്. രാത്രിയെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ എപ്പോഴുമുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഇങ്ങനെ യാത്രയിലും സ്കൂളിലും ഒക്കെ ആയിരിക്കുന്നത്. എൻ്റെ മകൾ ഡോക്ടർ ജിവൽ സൂസൻ ഫിലിപ്പ്, ഹസ്ബൻഡ് ടോമിൻ കെ തോമസ്, 6 മാസമായ ഒരു കുഞ്ഞുണ്ട്. അവർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. ഈ മാസം അവസാനം കാനഡയിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. കുഞ്ഞുങ്ങൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. എൻ്റെ മകൻ ജോയൽ ജെ ഫിലിപ്പ് +2 വിദ്യാർത്ഥിയാണ്, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. എനിക്കൊരു ചേച്ചി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. എൻ്റെ 2 അനിയത്തിമാർ, 2 അനിയന്മാർ, ഇളയ അനിയത്തിയുടെ മക്കൾ, അവരൊക്കെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് ഏറെ സന്തോഷവും അനുഗ്രഹവുമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ 4 ആണുങ്ങളും 1 സഹോദരിയുമാണ്. 3 സഹോദരന്മാർ കുടുംബം നാട്ടിലില്ല. അതുകൊണ്ട് ഈ മീറ്റിംഗിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല. ഏക സഹോദരി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്.
എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കുടുംബത്തിലെ സഹോദരങ്ങളെല്ലാം അവരുടെ പ്രാർത്ഥനയും കൈത്താങ്ങലുമാണ് ഞാൻ ഇന്നും ആരോഗ്യത്തോടെ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. കാരണം എൻ്റെ മാതാവും പിതാവും ഒക്കെ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകേണ്ടതിനായി ഒരു ലീവ് പോലും ഞാൻ എടുക്കാതെ എൻ്റെ സഹോദരങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നു. എന്നെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാ കാര്യങ്ങളും അവരെ ഭംഗിയായി ചെയ്യുന്നു. ഞാൻ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും ചില ഉപദേശങ്ങൾ നൽകിയിരുന്നു. പപ്പ പറഞ്ഞിരുന്നു, സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആർക്കും ജാമ്യം നിൽക്കരുത്. പപ്പയുടെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഞാനത് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. എൻ്റെ മമ്മി പറഞ്ഞിരുന്നു, ആരെയും തല്ലി പഠിപ്പിക്കരുത്, താല്പര്യമുള്ള കുട്ടികൾ പഠിച്ചോളൂ. അടിച്ചതിൻ്റെ പേരിൽ ഒരു കേസും വഴക്കും ഒന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരുന്നു. ദൈവകൃപയാൽ കേസും വഴക്കും ഒന്നും ഉണ്ടായില്ല എങ്കിലും ഞാൻ ധാരാളം കുട്ടികളെ അടിച്ചിട്ടുണ്ട്. GMD സ്കൂളിൽ ദേവ് സാർ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അടിക്കുന്ന ഒരു ടീച്ചർ ഞാനായിരുന്നു. എല്ലാത്തിലും UP ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും അധ്യാപകർ അവിടുത്തെ കേസ് കൈകാര്യം ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അന്നത്തെ തല്ലുമായിരുന്നു, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ GMD സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം എൻ്റെ ഒരു ശിഷ്യ സമ്പത്താണ്. ഇപ്പോഴും 2004 സ്റ്റുഡൻസ് ആണ്. പ്രിയ ലിയോ എബ്രഹാം വർഗീസ്, പ്രിയ ജുവലറ്റ്, അവരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. രവിശങ്കർ, അനീഷ്, അവരെയൊക്കെ ഓർക്കുന്നു. അവരുടെ ഗ്രൂപ്പിൽ എന്നെ നോട്ടീസ് കൊടുക്കുകയും ഇന്ന് പലരും എത്തിച്ചേരാം എന്ന് ആഗ്രഹിച്ചതാണ്. ലിയോയ്ക്ക് അവരൊരു സൈനികനാണ്, ലീവ് കിട്ടിയില്ല, എത്താൻ പറ്റിയില്ല. സാറിൻ്റെ കയ്യിൽ ആ മെമൻറ്റോ കൊടുത്തയച്ചതിൽ എൻ്റെ 2004 ബാച്ചിലെ കുഞ്ഞുങ്ങളോടുള്ള പ്രത്യേക നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. TMT സ്കൂളിലെ കുഞ്ഞുങ്ങളും പല വിദ്യാർത്ഥികളും നേരിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ അന്നൊക്കെ പ്രേമലേഖനം എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അറിയാതെ അവരുടെ ആശയങ്ങൾ കൈമാറിക്കൊള്ളും. എന്നാൽ TMTയിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാനൊരു മലയാളം അധ്യാപികയായിരുന്നത് കൊണ്ടും ഈ ലേഖനങ്ങളൊക്കെ കൂടുതൽ പിടിക്കുന്നതും ചില പേരില്ലാത്തത് അക്ഷരം കൊണ്ട് പിടിക്കുന്നതും ഇതൊക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ പിള്ളേർ പലപ്പോഴും എന്നോട് പറയും, ടീച്ചർ ഇവിടെ ഒരു അധ്യാപികയായി കസേര ഇരിക്കേണ്ടയാളല്ല, വല്ല വക്കീലായിട്ടോ CID ആയിട്ടോ ഒക്കെ പോകേണ്ട ആളാണ് എന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു പോയ ഒരു പയ്യൻ എൻ്റെ കാലിൽ വന്ന് തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ ഒരുപാട് കുടുംബം കലക്കിയിട്ടുണ്ട്, ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ജീവിച്ചു പോക്കോട്ടെ, കുടുംബം കലക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോയ ആളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ TMT സ്കൂളിൽ എല്ലാ രീതിയിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ 9 സ്കൂളുകളിലായി 21 HMസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മിക്ക അധ്യാപകരുമായും ഇപ്പോഴും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. എൻ്റെ HM ആയിരുന്ന ബിനു എബ്രഹാം ടീച്ചർ വന്നിട്ടുണ്ട്, സുഷമ ശർമ്മ ടീച്ചറുണ്ട്, YD കുഞ്ഞവൻ സാറുണ്ട്, റെനി ടീച്ചർ ഉണ്ടായിരുന്നു, പോയി. അങ്ങനെ മിക്ക HMസും ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ശോശാമ ടീച്ചറുണ്ട്, ഓമന ടീച്ചറുണ്ട്, മഞ്ജു ഉമ്മനുണ്ട്, ജോളി ടീച്ചറുണ്ട്, ജിജി സാർ കോട്ടയത്തു നിന്ന് വന്നിട്ടുണ്ട്, ലിസി ടീച്ചർ TMTന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പേര് പറയാത്ത വ്യക്തികളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ കൂടെ വർക്ക് ചെയ്ത പലരും ഇന്ന് എത്തിച്ചേർന്നതിൽ പ്രിയ വെറ്റി ടീച്ചറിനെ കുറിച്ച് അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് ഒരു ആൻസി ടീച്ചർ HM ഒരു 3 മാസം ഞാൻ ലീവ് എടുത്തിരുന്നു. ആ സമയത്താണ് സ്കൂളിൻ്റെ പണികൾ നടന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു തുക ആവശ്യമാണ്. കുരുവിള സാർ ആത്മാർത്ഥമായി മാനേജ്മെന്റ് വഴി സഹായിച്ചു. ഞങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞങ്ങളോടൊപ്പം നിന്ന ജോസഫ് K. ജോർജ് അച്ഛൻ, ഞങ്ങൾ കരഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ കരഞ്ഞ അച്ഛനാണ്. അച്ഛനും ഞങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. കാര്യം സാലറി എഴുതണ്ട എന്ന് വരെ DOയിന്ന് ഒരു പ്രശ്നം വന്നതാണ്. ആ സമയത്തൊക്കെ അച്ഛനും കുരുവിള സാറുമാണ് ഞങ്ങളെ സഹായിച്ചത്. അപ്പം ഞാൻ സ്ഥലത്തില്ല, ഇവിടെ എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ കഴിയുന്നത് ഞാൻ കൊടുത്തു. ആൻസി ടീച്ചർ വീണ്ടും വിളിച്ച് പറഞ്ഞു, ടീച്ചറെ പണികൾ പൂർത്തിയാകുന്നില്ല, നടക്കുന്നില്ല. ടീച്ചർ കുരുവിള സാറിനോട് ഒന്നുകൂടെ ഒന്ന് പറയണം, സാറേ ഒരു ഇച്ചിരി കൂടെ തരണം. ഞാൻ വീണ്ടും കുരുവിള സാറിനെ വിളിച്ചു, സാറേ ഒരു അല്പം കൂടെ തരണം. സാർ എന്നോട് പറഞ്ഞു, ടീച്ചറെ എല്ലാ സ്കൂളിനും കൊടുത്തതിൽ കൂടുതൽ നിങ്ങളുടെ സ്കൂളിന് തന്നു, ബാക്കി നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. എങ്കിലും സാറിന് മനസ്സരിഞ്ഞു. സാർ വീണ്ടും ഞങ്ങൾ ചോദിച്ച തുക കാലാകാലങ്ങളിൽ തന്നുകൊണ്ടിരുന്നു. ഞാനും എന്നാൽ കഴിവ് സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അമേരിക്കയിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. 1 2 വിളിക്കൊന്നും കിട്ടിയില്ല. അന്ന് മോൾ എന്നോട് പറയുകയും ചെയ്തു, ഇങ്ങനെ നാണം കിടരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സ്കൂളിന് വേണ്ടിയാണ്. ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലവാക്കിയതിൻ്റെ പേരിൽ ഈ പള്ളിയിലെ തന്നെ ഒരു മെമ്പറാണ് 50,000 രൂപ അയച്ചു തന്നു. ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു.
പിന്നീട് ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ളവരോട് പറഞ്ഞു, ബെറ്റി ടീച്ചറിനെ ഒന്ന് സമീപിച്ചാൽ ടീച്ചർ ഇവിടുത്തെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സെക്രട്ടറിയാണ്, സംഘടനയുടെ സെക്രട്ടറിയാണ്, ടീച്ചർ സഹായിക്കും. ഞാൻ വന്നതിന് ശേഷം ഞാൻ ബെറ്റി ടീച്ചറിനോടൊന്ന് പറഞ്ഞു. ബെറ്റി ടീച്ചർ ആത്മാർത്ഥമായി ആ ഗ്രൂപ്പിൽ എന്നെ ഒരു മെസ്സേജ് ആവശ്യപ്പെടുകയും ഞാനൊരു മെസ്സേജ് കൊടുക്കുകയും ആ ഗ്രൂപ്പിൽ നിന്നും 1000 രൂപ കൂപ്പണായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. 1000, 2000, 5000, 10000, 25,000 വരെ ബെറ്റി ടീച്ചർ വാങ്ങിച്ചു തന്നു. അങ്ങനെ ബെറ്റി ടീച്ചറും ഞാനും കൂടി ചേർന്ന് ഏകദേശം 2 ലക്ഷം രൂപയ്ക്കടുത്ത് ഈ സ്കൂളിന്റെ കെട്ടിടം പണിക്ക് സഹായിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പ്രിയ ലാലമ്മ ടീച്ചർ വന്നു പോയതിലുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ബിനി ടീച്ചർ അവരുടെ 3-4 പേര് SCS സ്കൂളിലെ റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ ഫുഡ് എന്ന് നടക്കുന്നതിനാൽ എൻ്റെ ഒരു മെസ്സേജിന് വേണ്ടി കാത്തിരുന്നു, നടന്നില്ല. ബിനി ടീച്ചർ, പുഷ്പ ടീച്ചർ, മിനി ടീച്ചർ ഇവരൊരു 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവര് പോയി. ജോജൻ സാർ എത്തുമെന്ന് പറഞ്ഞു, എത്തിയിട്ടില്ല. എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എൻഡോമെന്റ് മേടിക്കാനായി എത്തിയിട്ടുണ്ട്. അവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. മാനേജ്മെന്റ് എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നാൽ കഴിയും വിധം പൂർത്തിയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിഷയം രസകരമായി വിശദമായി തന്നെ പഠിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. SSLC പരീക്ഷയ്ക്ക് എല്ലാ വർഷവും 80% കുട്ടികൾക്ക് A+ നേടാൻ ആയിട്ടുണ്ട്. അതും ദൈവകൃപ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോട്ടയം കീഴിലം സ്കൂളിൽ സ്പെഷ്യൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾ അവരും എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. ക്ലാസ്സിൽ സ്പെഷ്യൽ ഇംഗ്ലീഷുകാർ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട കാര്യമില്ല, പക്ഷേ അവർ മിസ്സിൻ്റെ ക്ലാസ് രസകരമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന സ്പെഷ്യൽ ഇംഗ്ലീഷ് കുട്ടികളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ വർഷത്തെ SSLC കുട്ടികൾ ഞാൻ ഈ സ്കൂളിൽ വന്ന വർഷം മുതൽ 3 വർഷവും പഠിപ്പിച്ച കുട്ടികളാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ല റിസൾട്ട് നൽകി മാനിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ TMB സ്കൂളിൽ ദീർഘവർഷം PTA സെക്രട്ടറിയായും ടൂർ കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്കൂളിൽ സ്റ്റാഫ് സെക്രട്ടറിയായും ബർസാറായും ഇപ്പോൾ സീനിയർ അസിസ്റ്റന്റായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. PTA പ്രസിഡന്റ് ശ്രീമതി സജിനി ജോസഫ് ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ഒത്തുചേർന്ന് സഹകരിച്ചു പോന്നു. PTA വൈസ് പ്രസിഡന്റ് ജോസ്ത്രൻ സാർ വന്നിരുന്നു. സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, LAC മെമ്പേഴ്സ്, പ്രത്യേക ഡോക്ടർ മാത്യു തോമസ് സാർ, സ്കൂൾ ഗവേണിംഗ് ബോർഡ് അംഗം, ഞങ്ങളുടെ എല്ലാ LAC മീറ്റിംഗിലും വേണ്ട നിർദ്ദേശവും കൈത്താങ്ങലും തന്ന സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എൻ്റെ ഈ സ്കൂളിലെ അധ്യാപകർ, ഇവിടെ കണ്ടാൽ വലിപ്പം തോന്നിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം ചെറുപ്പക്കാരാണ്. 2050-ലും 52-ലും ഒക്കെ റിട്ടയർ ആവേണ്ട അധ്യാപകർ ഇവിടെ ഉണ്ട്. എൻ്റെ മകളുടെ പ്രായമൊക്കെ ഉള്ള അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ സ്റ്റാഫ് റൂമിൽ ഞാൻ ആരായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്കോട് ചിന്തിക്കാറുണ്ട്. അമ്മയാണോ, അമ്മച്ചിയാണോ, അമ്മായിയമ്മയാണോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു 2-3 ദിവസം ലീവ് എടുത്തപ്പോൾ എനി ടീച്ചർ വന്ന് എന്നോട് 2-3 ദിവസത്തെ ലീവ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ടീച്ചറെ വെക്കാൻ അറിയാം, വിളമ്പാൻ അറിയാം, ഇത്രയും മതിയോ എന്ന് ചോദിക്കാൻ ഇവിടെ ഒരാളില്ലാതെ പോയി എന്നൊരു വിഷമം അന്ന് എന്നോട് എനി ടീച്ചർ പറഞ്ഞിരുന്നു. എനി ടീച്ചറിൻ്റെ മദറിലോ നമ്മുടെ MM മാത്യു സാറിൻ്റെ വൈഫ് കുഞ്ഞുമോൾ ടീച്ചർ, ഞാൻ ആദ്യമായി നാരങ്ങാനം സ്കൂളിൽ ചെല്ലുമ്പോൾ നാരങ്ങാനം സ്കൂളിലെ ടീച്ചറായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഔദ്യോഗിക കാലയളവ് ആരംഭിക്കുന്നത് കുഞ്ഞുമോൾ ടീച്ചറിനോടൊപ്പമാണ്. എൻ്റെ ഔദ്യോഗിക കാലയളവ് അവസാനിക്കുന്നത് മരുമോളായ എനി ടീച്ചറോട് ഒപ്പമാണ്. അങ്ങനെയൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ സ്കൂളിലുള്ള മറ്റ് ടീച്ചേഴ്സ്, പ്രൈസ് ടീച്ചർ, GT ടീച്ചർ, അനിത ടീച്ചർ, സീന ടീച്ചർ, ഡെയ്സി ടീച്ചർ, എലിസബത്ത് ടീച്ചർ, ബീന ടീച്ചർ, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൗൺസിലിംഗ് മാഡം സുശീല ടീച്ചറുണ്ട്. BRC എന്നുള്ള ഷീല ടീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ സ്കൂളിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഷീജ ബേബി ടീച്ചർ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിൽ ഒരാളായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഷീജ ടീച്ചറിന് കഴിഞ്ഞു. പൂർണ്ണ പിന്തുണയും കരുതലും ഉണ്ടായിരുന്നത് നന്ദിയോടെ ഓർക്കുന്നു. ഷീജ ടീച്ചർ ലീവ് എടുത്ത ഒരു 6 മാസം പ്രിയ ആൻസി ടീച്ചർ, ഇപ്പോൾ SCSലെ HM-ആയിരിക്കുന്ന ആൻസി ടീച്ചർ, എൻ്റെ റിട്ടയർമെന്റ് വളരെ ഭംഗിയായി നടക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു ടീച്ചറാണ്. ഈ കെട്ടിടം ഇത്ര ഭംഗിയായി പൂർത്തിയാക്കാൻ ടീച്ചറുടെ ആത്മാർത്ഥ സഹകരണം ഉണ്ടായിരുന്നു. ടീച്ചറുടെ സേവന സന്നദ്ധതയെ നന്ദിയോടെ ഓർക്കുന്നു. യാത്രയപ്പ് മീറ്റിംഗ് ഭംഗിയായി നടത്താൻ വേണ്ടി ഇവിടെ ഒരു പോഡിയം ഉണ്ട്, പക്ഷെ അത് പോരാഞ്ഞിട്ട് എൻ്റെ യാത്രയപ്പ് മീറ്റിങ്ങിന് വേണ്ടി ഈ പോഡിയം കൊട്ടാരക്കരയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ മുന്നമേ കണ്ട് എല്ലാ കാര്യവും ഭംഗിയായി ചെയ്തു തന്ന
ഞങ്ങളിൽ ഒരാളായി നിന്ന പ്രിയ ആൻസി ടീച്ചറിന് വരാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നിസ്വാർത്ഥ സേവനത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ വളർത്തിയ മാതാപിതാക്കൾ, അവരുടെ പ്രാർത്ഥന എപ്പോഴും എനിക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളുടെ കൈത്താങ്ങ്, എല്ലാവരുടെയും പ്രോത്സാഹനം, എന്നെ സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച അധ്യാപകർ, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവർ, ആത്മീയമായി നേതൃത്വം തന്നവർ, എനിക്കായി പ്രാർത്ഥിച്ചവർ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ 1ാം ക്ലാസ്സിൽ എന്നോടൊപ്പം ഇരുന്ന പലർക്കും ഇന്നത്തെ മീറ്റിങ്ങിൽ വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഉള്ള പലരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. അവരെ പിന്നീട് വിളിക്കാം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പലരും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. മാർത്തോമാ സഭ കോർപ്പറേറ്റ് മാനേജർ ഫിലിപ്പ് സാർ മുതൽ ഇപ്പോൾ മാനേജരായിരിക്കുന്ന കുരുവിള സാർ വരെ നന്ദിയോടെ ഓർക്കുന്നു. കുരുവിള സാറിന്റെ കൂടെ കീഴിലം സ്കൂളിലും കോട്ടയം സ്കൂളിലും ഒന്നിച്ച് ജോലി ചെയ്യുവാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏത് കാര്യവും സാറിനോട് തുറന്ന് സംസാരിക്കാൻ സാറിന് അത്ര സ്വാതന്ത്ര്യമുണ്ട്. സാറിനോട് ഏത് കാര്യവും തുറന്ന് സംസാരിക്കാറുണ്ട്. SSLC പരീക്ഷയ്ക്കായി തയ്യാറാകുന്ന കുഞ്ഞുങ്ങൾക്ക് 100% റിസൾട്ട് നൽകാനായി പ്രത്യേകം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യമേ ഓർക്കേണ്ട ഒരു സാറാണ് പ്രിയ ബിനോയ് സാർ. എൻ്റെ ഈ റിട്ടയർമെന്റ് വളരെ ഭംഗിയായി നമുക്ക് നടത്തണം എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയ ബിനോയ് സാർ കഴിഞ്ഞ ഏപ്രിൽ മാസം ഞങ്ങളെ വിട്ട് കടന്നുപോയി. സാറിൻ്റെ ടീച്ചർ ഇവരാം മീറ്റിങ്ങിൽ വന്നിരിക്കാനുള്ള ഒരു ബലമില്ലാത്തതിനാൽ ടീച്ചർ എത്തിയില്ല. പ്രത്യേക ആശംസ അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് 4 പേര്, ഉച്ചഭക്ഷണം ഭാഗം ചെയ്യുന്ന ചേച്ചി, അങ്ങനെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളോട് ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു ചെറിയ വാചകം ഞാനൊന്ന് ഓർക്കുന്നു. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുന്നു. സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നു. When wealth is lost, nothing is lost. When health is lost, something is lost. When character is lost, everything is lost. കുഞ്ഞുങ്ങളെ നല്ല സ്വഭാവമുള്ളവരായി, തെളിഞ്ഞ മനസ്സോടെ, നിവർന്ന നട്ടലോടെ, സമാധാനത്തോടെ, എപ്പോഴും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കുവാൻ സർവേശ്വരൻ ഏവരെയും സഹായിക്കട്ടെ. SSLCക്ക് നല്ല റിസൾട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഞാൻ ഒരു 2 വരി പാട്ടുകൂടി ഒന്ന് പാടി നിർത്താം. ദൈവ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് വ്യക്തിപരമായ ഏറെ ബന്ധമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളോടൊപ്പം ഈ വേദി പങ്കിടാൻ ലഭിച്ചത് ഏറെ സന്തോഷം, ഏറ്റവും അഭിമാനമായി കരുതുന്നു. ഒരു നൂറ്റാണ്ടിലേറെയായി പ്രശസ്തമായ ആനപ്രമ്പാൽ മാർത്തോമ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടമായി 108ാമത് വാർഷികവും രക്ഷാകർതൃ സമ്മേളനവും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ NTS ഗേൾസ് ഹൈസ്കൂളിന് എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ നേർന്നുകൊള്ളുന്നു. പൂർവാധ്യാപിക എന്ന നിലയിലും പൂർവ്വ വിദ്യാർത്ഥിനിയുടെ മാതാവ് എന്ന നിലയിലും NTS എന്നും ഞങ്ങൾക്ക് അഭിമാനമാണ്. ഈ വർഷം പഠനം പൂർത്തിയാക്കി കലാലയത്തോടെ വിട പറയുന്ന 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും 100% വിജയവും നേടുന്നു. മെച്ചമായ ഉപരിപഠനവും അതിലൂടെ ഏറ്റവും ഉന്നതമായ ഒരു ഭാവിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ല കുടുംബിനികളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രശോഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളെ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. MTSന്റെ അഭിമാന താരങ്ങളായ പ്രതിഭാധനർ ഇന്നിവിടെ ആദരിക്കപ്പെടുന്നു. എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഇവരെ അതിന് തയ്യാറാക്കിയ മാതാപിതാക്കളെയും
അധ്യാപകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ജഗദീശ്വരൻ കൂടുതൽ ഉയരങ്ങളിലെത്താൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയ ടീച്ചർക്ക് യാത്രാമംഗളങ്ങൾ നേരുവാൻ എനിക്ക് ലഭിച്ച അവസരം തികച്ചും ഒരു ദൈവ നിയോഗം തന്നെ. തലവടി TMT ഹൈസ്കൂളിൽ എനിക്ക് ടീച്ചറിനോടൊപ്പം 3 വർഷം പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. ടീച്ചർക്ക് തൻ്റെ എല്ലാ വിദ്യാർത്ഥികളുടെ മേലും വ്യക്തമായ, എല്ലാവരുടെയും മനസ്സിൽ വ്യക്തമായ ഒരു കയ്യൊപ്പ് ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഭവനങ്ങളെയും ഭവന അന്തരീക്ഷത്തെയും ലിനിമോൾ ടീച്ചറിന് കാണാപാഠമാണ്. ഭാഷാധ്യാപിക എന്ന നിലയിൽ കുഞ്ഞുങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസന ഉണർത്തി, വളർത്തി, മെച്ചപ്പെടുത്തി പ്രതിഭാധനരായി തീർക്കാൻ ടീച്ചറിനുള്ള കഴിവ് ഏറെ പ്രശംസനീയമാണ്. കുഞ്ഞുങ്ങൾക്ക് തുല്യമായ ഒരു മാർഗദർശി എന്നതിലുപരി അധ്യാപന ജീവിതത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയ ഒരു മാതൃക അധ്യാപിക കൂടിയാണ് ടീച്ചർ. ഏൽപ്പിക്കുന്ന ജോലികൾ തികച്ചും പരിപൂർണമായി അങ്ങേയറ്റം മികവോടെ കുറ്റമറ്റ രീതിയിൽ ടീച്ചർ നിർവഹിക്കും. പ്രത്യേകമായി കലോത്സവത്തിൻ്റെയും എക്സ്കർഷൻ്റെയും PTA ഒക്കെയും ചുമതല ടീച്ചർ നിർവഹിക്കുന്നത് തൻ്റെ സ്വന്തം എന്ന പോലെയാണ്. അല്ലാതെ സ്കൂളിന് വേണ്ടി ഹെഡ്മിസ്ട്രസ് പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു എന്നൊന്നും ടീച്ചർ കണക്കാക്കിയില്ല. അതെല്ലാം ദൈവ നിയോഗമായി ടീച്ചർ ഏറ്റെടുത്ത് ചെയ്യുന്നു. എക്സ്കർഷൻ ചുമതലയുള്ളപ്പോൾ ഞാൻ ഓർക്കുന്നു, വെളുപ്പിന് പോകേണ്ട സമയത്ത് തലേന്നേ വന്ന് അടുത്തുള്ള അധ്യാപകരുടെ വീട്ടിൽ മോനുമായിട്ട് വന്ന് താമസിക്കും. അങ്ങനെ വളരെ കൃത്യമായിട്ട് ടീച്ചറിൻ്റെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന ഒരാൾ. കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നതിനോടൊപ്പം കുഞ്ഞുങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന ടീച്ചർ കൂടെയാണ് എന്ന് കഴിഞ്ഞ ദിവസം TMTയുടെ ആനിവേഴ്സറിക്ക് ഞാൻ ചെന്നപ്പോൾ പല പേരൻസും വന്ന് ടീച്ചറിനോട് പറയുന്നത് എനിക്ക് കേൾക്കാനിടയായി. അതുപോലെ തന്നെ പേഴ്സണൽ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഞാൻ ജോലി ചെയ്യുന്ന എല്ലാ സ്കൂളുകളിലും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തികമായി സഹായിക്കുന്നതിനും ഒക്കെയും ടീച്ചർ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. അത് മുൻപന്തിയിലാണ്. ടീച്ചറിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങായ കുടുംബ ബന്ധങ്ങൾ, പ്രത്യേകമായി ഫിലിപ്പ് സാർ വന്നിട്ടുണ്ട്, മകളും കുഞ്ഞും മകനും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ തീർച്ചയായിട്ടും നന്ദിയോടെ ഓർക്കുന്നു. അവരെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയ ടീച്ചർ, റിട്ടയർമെന്റ് ഇസ് എ ന്യൂ വിൻഡോ ഓപ്പൺ ടുവേർഡ്സ് ദ പാത്ത് ഓഫ് ദ ലൈഫ്. ജീവിത പാതയിലേക്ക് തുറന്നിട്ട ഒരു പുതിയ ജനാല. അലാം കേട്ട് ഞെട്ടിയുണരാതെ, ബ്രേക്ക്ഫാസ്റ്റും പൊതിച്ചോറും എടുത്ത് രാത്രി ഭക്ഷണം വരെയും ഉണ്ടാക്കി വെച്ചിട്ട് ഓടുന്ന ബസ്സിൽ ചാടിക്കയറാതെ, ലെസൺ നോട്ട്സ് ഒക്കെ ധൃതിയിൽ എഴുതാതെ, ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ ഉടനെ തന്നെ ഓടിപ്പോകാതെ, അഥവാ താമസിച്ചു പോയാൽ അങ്ങനെ ഒരു കാര്യം ടീച്ചറിനില്ല, അറ്റൻഡൻസ് ഒപ്പിടുവാൻ അനുവാദം കാത്തു നിൽക്കാതെ, ചുവന്ന മഷിപ്പേനായുടെ ഉപയോഗമില്ലാതെ, ടൈം ടേബിൾ ഇല്ലാതെ, ക്ലസ്റ്ററും കലോത്സവവും വേദികളില്ലാതെ വിശാലമായ ഒരു ജീവിതം, അനന്ത സാധ്യതയുള്ള ഒരു ജീവിതം ടീച്ചറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നടന്നു നീങ്ങുക, till God's will is fulfilled. അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. പ്രിയ ലിനിമോൾ ടീച്ചറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം ആരോഗ്യപരമായ ഒരു റിട്ടയർമെന്റ് ജീവിതവും, അതോടൊപ്പം MTSലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയിലേക്ക് ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മാർത്തോമ റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ മേഖല, തലവടി TMT മേഖല ഗ്രൂപ്പിലേക്കും ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കുകൾ, MTSനെ എന്നും ഹൃദയത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു കൂട്ടം പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നു. അതിനുള്ള തെളിവാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന ഫോമർ ഹെഡ് മാസ്റ്റേഴ്സ്, ഫോമർ ടീച്ചേഴ്സ്, ഫോമർ സ്റ്റുഡൻസ്. ഏവരോടുമുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. താങ്ക് യു. 108ാമത് വാർഷികം ആഘോഷിക്കുന്ന ആനപ്പമ്പാൽ മാർത്തോമ സ്കൂളിന് സജീവ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന ലിനു ടീച്ചറിനും PTA പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെയും എല്ലാ മാതാപിതാക്കളുടെയും ആശംസയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവവരെയും അനുഗ്രഹിക്കട്ടെ. 108 സംവത്സരം, അതിൻ്റെ എല്ലാ മധുരവും കയ്പും ഒരു ഉൾക്കാഴ്ചയോടെ നേരിട്ടത് കൊണ്ടാകാം ഇന്നും ആനപ്രമ്പാൽ മാർത്തോമ സെറീൻ ഹൈസ്കൂൾ എന്ന
പെൺപള്ളിക്കൂടം ആണ്ടോടാണ്ട് ഒരു കൂട്ടം പുലിക്കുട്ടികൾക്ക് താവളമാകുന്നത്. വലിപ്പത്തിലല്ലാതെ ഉൾക്കാമ്പിലും പ്രവൃത്തിയിലല്ലാതെ വാക്കിനേക്കാൾ പ്രവൃത്തിയിലും ഈ മണ്ണ് വിശ്വസിച്ചതുകൊണ്ടാണ് 108ാം വയസ്സിലും ഈ മണ്ണ് ആദരവോടെ ഈ വിദ്യാലയം നിലനിൽക്കുന്നത്. നിറഞ്ഞ പ്രാർത്ഥനയോടെ ഈ സ്കൂളിലെ അധ്യാപക പ്രതിനിധി എന്ന നിലയിൽ ഹൃദയത്തിൽ തൊട്ട ആശംസകൾ. 108ാം വർഷം പടിയിറങ്ങുമ്പോൾ 29 വർഷത്തെ സജീവ സേവനത്തിൽ നിന്നും പടിയിറങ്ങുന്ന ലിനുമോൾ ടീച്ചറിനെ കുറിച്ച് എന്ത് പറഞ്ഞു തുടങ്ങും എന്നുള്ളത് ഒരു വലിയ പ്രഹേളികയാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ടീച്ചറിനോട് എന്നെക്കാളും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ള അധ്യാപകരുടെ മുമ്പിൽ നിന്ന് ഒരു പക്ഷേ 1.5 വർഷക്കാലം, ഇപ്പോൾ 2 വർഷക്കാലം മാത്രം പരിചയമുള്ള ഞാൻ ടീച്ചറിനെ എത്രത്തോളം മനസ്സിലാക്കിയിരുന്ന് ചോദിച്ചാൽ വളരെ അല്പം മാത്രം. എങ്കിലും ഒറ്റ വാക്കിൽ ടീച്ചറിനെ പറ്റി ചോദിച്ചാൽ, ഗുരുനാഥൻ ബോബി ജോസ് കട്ടിക്കടച്ചൻ പറഞ്ഞതുപോലെ ഒരു പൂവ് അത് പൊട്ടിയ മഷിക്കുപ്പിയിലോ ഒഴിഞ്ഞ പൗഡർ ടിന്നിലോ ഇരുന്നാലും അതൊരു പൂപാത്രമായി മാറുന്നു. ഉള്ളിലൊരു പൂവ് ഉണ്ടാവുകയാണ് പ്രധാനം. അകപ്പൊരുളിൻ്റെ സുഗന്ധമാണ് സൗന്ദര്യം. ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ ഹൈസ്കൂൾ അപ്പോയിൻമെൻറ്റിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇരുകയും നീട്ടി ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു അമ്മയുടെ സാന്നിധ്യം എന്നതുപോലെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത ഒരു മുഖം ലിൻ ടീച്ചറിൻ്റെതായിരുന്നു. പിന്നീടാണ് അതെൻ്റെ മദർലോയുമായിട്ടുള്ള ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു ബന്ധമാണ് എന്ന് ഞങ്ങൾ പിന്നീടും ദിവസങ്ങൾക്ക് ശേഷമാണ് അത് മനസ്സിലാക്കുന്നത്. ടീച്ചർ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിലെ ബന്ധങ്ങളെ പറ്റി വളരെ വിശാലമായി പറഞ്ഞു. ചിലപ്പോഴൊക്കെ അമ്മയായി, ചേച്ചിയായി, അമ്മായിയമ്മയായി ഒക്കെ വളരെ കൃത്യമായി ടീച്ചർ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്തിരുന്നു. ലിൻ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ ഇവിടെ എവിടെ നിന്ന് പഠിപ്പിച്ചാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാവുന്നത് കൊണ്ട് തന്നെ ലിൻ ടീച്ചറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ലിൻ ടീച്ചറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, തമ്പുരാനെ കൂട്ടുപിടിച്ച് ക്ലാസ്സിലെത്തുന്ന പഴഞ്ചൊല്ലുകൾ സ്വൈരവിഹാരം നടത്തുന്ന സ്വർണ്ണ നാവുകാരി എന്നാണ്. എത്ര ബലമുള്ള കുറ്റങ്ങളെയും നല്ല സ്വർണ്ണ നാവ് കൊണ്ട് നമ്മൾ എങ്ങനെ വഴക്ക് പറഞ്ഞ് തുടങ്ങണമെന്ന് ആലോചിക്കുന്നിടത്ത് ടീച്ചർ നല്ല ചാട്ടവാറ് പോലെ ഒരൊറ്റ പഴഞ്ചൊല്ലിൽ അടി കഴിഞ്ഞു, ഇടിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി ആലോചിച്ചേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ തൊട്ടു എവിടെയാണ് അടി കിട്ടിയതെന്ന്. അത്ര ആഴത്തിൽ ഇരുന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ കൊടുക്കാൻ അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാറുണ്ട്. ചെയ്യേണ്ടതിനെ കൃത്യമായി ചെയ്യാൻ, ഡയറക്റ്റ് ചെയ്യാൻ ടീച്ചറിന് സാധിച്ചു. ഒരു അധ്യാപിക എന്ന രീതിയിൽ ടീച്ചറിനെ വിവരിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഒരു സഹപ്രവർത്തക എന്ന രീതിയിൽ ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിൽ ടീച്ചർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ടീച്ചർ തികച്ചും വ്യത്യസ്തയായിരുന്നു. ആര് വന്നാലും വന്നില്ലെങ്കിലും 9:15 വേദപുസ്തകം എടുത്തിട്ടില്ലെങ്കിൽ വിവരം അറിയും. അവിടെയാണ് ഒരു അമ്മായിമ്മയാവുന്നത്. 9:15 വേദപുസ്തകം എടുത്തില്ലെങ്കിൽ പിന്നെ അടുത്ത കരടി പെണ്ണുങ്ങളെ എവിടാ വേഗം പുസ്തകം എടുക്കണം. അത് നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. മുന്നിൽ നിന്ന് നേതൃത്വം നൽകാൻ മാത്രമല്ല, കൂടെ നിന്ന് ചുറ്റുമുള്ളവരെ നേതൃനിരയിലേക്ക് എത്തിക്കാനും പ്രതിസന്ധികൾ എങ്ങനെ പകച്ചു നിൽക്കാതെ മുൻപോട്ട് പോകണമെന്ന് ഉറക്കെ ചിന്തിപ്പിക്കാനും തളർന്നു പോകുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടെ ഉറ്റിരുന്ന് വലിയ കാര്യങ്ങളെ തമ്പുരാനിൽ നിന്ന് നേടിയെടുക്കാനും ലിൻ ടീച്ചറിൽ നിന്ന് ഞങ്ങൾ പഠിച്ച വലിയ പാഠങ്ങളാണ്. ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങൾ ശരീരം കൊണ്ടെല്ലാം വളരെ വലിയ ആളുകളാണ് ടീച്ചറിൻ്റെ ചുറ്റും നിൽക്കുന്നതെങ്കിലും ടീച്ചറിൻ്റെ മക്കളുടെ പ്രായമുള്ള 5 പേരാണ് ടീച്ചറിൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ഞാനൊരിക്കൽ ടീച്ചർ ഒരാഴ്ചത്തോളം ലീവും പിന്നീട് ടീച്ചർ മോളുടെ അടുത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു കാര്യമാണ്. കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചെന്നില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ ഇത് മതിയോ, ഇങ്ങനെയാണോ എന്ന രീതിയിൽ ചെയ്യട്ടെ എന്ന് ചോദിക്കാനുള്ള ആ ഒരു വലിയ സാന്നിധ്യം വല്ലാണ്ട് മിസ് ചെയ്തു. ഒരുപക്ഷെ ഇനി മുമ്പോട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇനി മുമ്പോട്ട് ഈ പറയുന്ന അത് മതി, എടുത്തോ, വിളമ്പിക്കോ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു വാക്ക്, അത് മതി, ആ വാക്കാണ് ഇനി ഒരുപക്ഷെ ഈ സ്കൂള് ഒരവസാന തീർപ്പ് എന്നുള്ള രീതിയിൽ ആ വാക്കാണ് ഇനി
കുറച്ച് നഷ്ടമാകാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ടീച്ചറിനെ പറ്റി ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വലിയ വിശദീകരണങ്ങൾക്കൊന്നും തരാനുള്ള ഒരു കഴിവ് എനിക്കില്ല, അത്രയൊന്നും ഞാൻ വളർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ടീച്ചറിനെ പറ്റി ഇനി മുമ്പോട്ട് ആലോചിക്കുമ്പോഴും ഫെബ്രുവരി 6 ശരിക്കും പറഞ്ഞ ടീച്ചറിനെ യാത്ര അയക്കുന്നതിനെ പറ്റി ഞങ്ങൾ മാനസികമായി ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഔപചാരികതയുടെ പേരിലല്ലാതെ ടീച്ചറിനോടൊരു യാത്ര പറയുക അത്ര ബുദ്ധിമുട്ടാണ്. ഔപചാരികതയുടെ പേരിൽ മാത്രം തൽക്കാലം ഒരു ആശംസ, അത്രയുമേ ഞങ്ങൾ വളർന്നുള്ളൂ, ഞങ്ങൾ അത്രയും വരെ എത്തിയുള്ളൂ. ഞങ്ങൾ അതിൻ്റെ കാഠിന്യത്തെ പറ്റി ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ടീച്ചറിനെ മിസ്സാകുന്ന ഒരു സമയത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചില്ല. ഒരുപക്ഷെ അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവസാനം പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് നന്ദിയോടെ അല്ലെങ്കിൽ അല്പം വേദനയോടെ ഞാൻ ഈ ഒരു ദിവസത്തെ ഒരു വർഷം മുന്നമേ കണ്ട ഒരാളെ, ഒരുപക്ഷെ ഇന്ന് ഞാൻ നിൽക്കുന്ന ജനറൽ കൺവീനർ സ്ഥാനത്ത് വളരെ ആഠ്യത്വത്തോടെ നിൽക്കേണ്ട വിനോയ് സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ വർഷം ഒറ്റ വാക്കിൽ ടീച്ചറെ നമുക്ക് അടുത്ത വർഷം തകർക്കണം, സെറ്റാക്കിക്കണം, ലിങ്ക് ടീച്ചറിനെ നമുക്ക് പറഞ്ഞു വിടേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നമേ സെറ്റാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സെറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനുള്ള സമയം ഉടനെ നമ്പരാൻ ബാക്കി വെച്ചില്ല. സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. സാറ് സന്തോഷവാനായിരിക്കും തീർച്ചയായിട്ടും. വളരെ ആഴത്തിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഡാഡി ബ്രോ ആയിരുന്ന ഞങ്ങളുടെ പ്രിയ ബിനോയ് സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. ഈ സമയം, ഈ ഒരു അധ്യയന വർഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ മനുഷ്യൻ. ലിൻ ടീച്ചറിനോട് ഔപചാരികതയുടെ പേരിലാണെങ്കിലും ഞാൻ പല കാര്യങ്ങളും വായിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഒന്ന് വായിച്ചെടുക്കാൻ ശ്രമിച്ച ടീച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന 3 എല്ലേ ഉള്ളൂ: ലിവ്, ലവ് ആൻഡ് ലീവ്. ഈ 3 അധ്യായങ്ങൾ നമ്മുടെ ആത്മകഥ സംഗ്രഹിക്കപ്പെടാം. വീഞ്ഞ് നിറയ്ക്കുന്നത് പോലെ ജീവിക്കുക, നിലാവ് പടരുന്നത് പോലെ സ്നേഹിക്കുക. ഇത് 2 ലിൻ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണ്. വാക്കുകൾക്കൊന്നും യാതൊരു തെറ്റുകളും വന്നിട്ടില്ല. ഈ ടീച്ചറിന് ചെയ്യാനുള്ളത് കരിയിലകളെ പോലെ അപ്രിയ അനുഭവങ്ങളെ വിട്ടുകളയുക, അത് മാത്രമേ ഉള്ളൂ. നോവിച്ചതുമായ ഒരു കാര്യങ്ങളെയും കൊണ്ടു നടക്കാതെ അങ്ങനെ പോകട്ടെ. മനോഹരമായ ഒരു റിട്ടയർമെൻറ്റ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഞങ്ങളുടെ അമ്മായിമ്മയിൽ നിന്ന് അതിന് മുമ്പേ അമ്മായിമ്മ ആയതാണ്, ഇപ്പോൾ ഒരു അമ്മച്ചിയായിരിക്കുന്നു. കൊച്ചുമക്കളോടൊപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ സമൃദ്ധമായി. ഒരുപക്ഷെ ഞങ്ങൾ അടുത്ത വർഷം റിട്ടയർമെൻ്റ് ഒന്നുമില്ല. മെയ് 31 കൊടുത്തുവിട്ടാൽ 1 മുതൽ ഞങ്ങൾ 9:30 വിളിക്കും. പ്രാർത്ഥന ആവശ്യത്തിൻ്റെ ലിസ്റ്റ് അങ്ങ് തരാം, അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല എന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നന്ദിയോടെ ഓർക്കുന്നു. ഈ സ്കൂളിനും ലിൻ ടീച്ചറിനും ഏറെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അധ്യാപക വൃത്തത്തെ പ്രതിനിധീകരിച്ച എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ സ്കൂളിന് ഒരു പ്രത്യേക ദിനമാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ച നമ്മുടെ പ്രിയ അധ്യാപിക വിനുമോൾ ടീച്ചർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഒരമ്മയുടെ വാത്സല്യവും സ്നേഹവും നൽകി ഞങ്ങളുടെ ഓരോ ചവിട്ടുപടിയിലും താങ്ങും തണലും നൽകി കൂടെ നിന്ന ഞങ്ങളുടെ വിനുമോൾ ടീച്ചർ. ഒരു അധ്യാപിക വിരമിക്കുന്നു എന്നത് ഒരു ജോലി അവസാനിക്കുന്നു എന്നതല്ല, ഒരു തലമുറയുടെ വഴികാട്ടി വിശ്രമത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ്. ടീച്ചർ ഞങ്ങൾക്ക് പാഠപുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്, ജീവിതത്തിന്റെ പാഠങ്ങൾ കൂടിയാണ്. തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിച്ചതിനേക്കാൾ ശരിയിലേക്കുള്ള വഴി കാണിച്ചു തന്നത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ക്ലാസ് മുറിയിലെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നു. വിജയിക്കാനുള്ള ധൈര്യവും തോറ്റാൽ വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തിയും ലിനുമോൾ ടീച്ചർ ഞങ്ങൾക്ക് നൽകി. ഇന്ന് ഈ വീഡിയോയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ: നന്ദി, ഹൃദയപൂർവ്വം നന്ദി. ടീച്ചർ പഠിപ്പിച്ച ഓരോ പാഠവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദീപങ്ങളായി മാറുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിരമിക്കൽ എന്നത് ഒരു വിടപറയലല്ല, സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു പുതിയ തുടക്കമാണ്. ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ദീർഘായുസ്സുള്ള ജീവിതം ടീച്ചർ ഉണ്ടാകട്ടെ എന്നീ വേദിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. 108ാം വാർഷികം ആഘോഷിക്കുന്ന MTS ഗേൾസ് ഹൈസ്കൂളിലെ ഈ സമയത്ത് എൻഡോമെന്റ് വിതരണത്തിനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻഡോമെന്റ് ഏർപ്പെടുത്തിയ എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഇപ്പോൾ അറിയിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും റെഡിയായി മുൻപോട്ട് കടന്നു വരേണ്ടതാണ്. Sri T.M. Kurivula, Tail former headmaster, endowment prize for securing the highest mark in the SLC examination, March 2025, and Sri Thomas Verghese Padopurikal Memorial Prize donated by
Mrs. Eliama Thomas Madoverical for securing highest mark in the SSLC examination March 2025. Sri J.K. Vijayapan Memorial Endowment Prize donated by Srimati Rakhamani Tanuvil, former MPTA member for securing the highest mark in SSLC examination 2025, and Srimati Sarama Thomas, former headmistress, endowment trophy for securing highest mark in science in the SSLC examination 2025. Sri K.T. Chako, former headmaster, endowment prize for securing the highest mark in Hindi and biology. Sri E. Penchirian Idathil Buddhan Paramil, endowment prize for securing the highest mark in English and mathematics. Srimati Eliama Devasi, endowment prize for securing the highest mark in Malayalam. Srimati Saniputi Sekaria, endowment prize for securing the highest mark in physics, and Srimati Achama David, former headmistress, endowment prize for securing the highest mark in chemistry in the SSLC examination March 2025 goes to 4 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഏവർക്കും നമസ്കാരം. 2025-26 108ാമത് വാർഷികത്തിൽ ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ വാർഷിക മീറ്റിംഗിന്റെ അധ്യക്ഷത്വം അലങ്കരിച്ചിരുന്നത് ആനപ്രമ്പാൽ മാർത്തോമ ഇടവക വികാരിയും സ്കൂൾ ലോക്കൽ മാനേജറുമായ റവറൻ ജോസഫ് കെ ജോർജ് അച്ഛനാണ്. ഇടവകയുടെ മാത്രമല്ല, ഈ സ്കൂളിന്റെ ഒരു ഭാഗം കൂടിയാണ് അച്ഛൻ. ഹൈസ്കൂളിന്റെ അറ്റകുറ്റ നിർമ്മാണ വേളകളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ അച്ഛന്റെ സാന്നിധ്യവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ധൈര്യവും ബലവുമായിരുന്നു. ഈ വാർഷിക മീറ്റിംഗിൽ അധ്യക്ഷത്വം അലങ്കരിച്ച ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും സ്കൂളിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ആനപ്രമ്പാൽ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിന്റെ 108ാമത് വാർഷിക യോഗവും ഉദ്ഘാടനവും നിർവഹിച്ച മാർത്തോമ സെൻട്രൽ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും സ്കൂളിന്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. MT സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ ശ്രീ കുരുവളം മാത്യു സാർ മാർത്തോമ സ്കൂളുകളുടെ ഒരു സ്പന്ദനമാണ്. ഈ അക്കാദമിക വർഷത്തിൽ പല പ്രാവശ്യം സർ സ്കൂൾ സന്ദർശിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തു.
ഈ വാർഷിക മീറ്റിംഗിൽ അനുമോദന സന്ദേശവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ച കുരുവിള സാറിനോടുള്ള കൃതജ്ഞത സ്കൂളിന്റെ നാമത്തിലും വാർഷിക യോഗത്തിന്റെ നാമത്തിലും അറിയിച്ചുകൊള്ളുന്നു. സ്കൂളിന്റെ ഉന്നമതിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷീജ ബേബി ടീച്ചർ ഞങ്ങൾക്ക് വേണ്ട നേതൃത്വം നൽകി വരുന്നു. വാർഷിക മീറ്റിംഗിൽ സ്വാഗതം ആശംസിച്ച പ്രിയ ഷീജ ടീച്ചറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അക്കാദമിക വർഷത്തിൽ ജൂൺ 11 മുതൽ ശ്രീമതി ആൻസി എം അച്ചവൻസി ടീച്ചർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സ്കൂളിന്റെ അറ്റകുറ്റപ്പണികളിലും നിർമ്മാണ വേളകളിലും ധീരമായ നേതൃത്വം നൽകി ആൻസി ടീച്ചറിനോടുള്ള നന്ദി അസാന്നിധ്യത്തിൽ അറിയിക്കുന്നു. ആൻസി ടീച്ചറിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് 108ാമത് വാർഷിക മീറ്റിംഗിൽ ആശംസ അറിയിച്ച തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു വിഡൻ അവറുകൾ, വാർഡ് മെമ്പർ ശ്രീമതി മോളമ്മ ജോസഫ് എന്നിവരോടുള്ള കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസ അറിയിച്ച ഡോക്ടർ മാത്യു തോമസ് ഗവേണിംഗ് ബോർഡ് അംഗം, മുൻ മാനേജറായിരുന്ന ശ്രീമതി ലാലമ്മ വർഗീസ് ടീച്ചർ, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമതി ബെറ്റി ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ഗോപാലകൃഷ്ണൻ അവറുകൾ, ശ്രീമതി എമി ടീച്ചർ അധ്യാപക പ്രതിനിധിയായി സംസാരിച്ച എമി ടീച്ചർ, വിദ്യാർത്ഥി പ്രതിനിധിയായി ആശംസ അറിയിച്ച കുമാരി ശ്രദ്ധ ജയകുമാർ, ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്കൂൾ LAC പ്രതിനിധികൾ, അനുഗ്രമ്പാൽ ഇടവക ചുമതലക്കാർ എന്നിവരോടുള്ള കൃതജ്ഞത ഈ സമയത്തെ അറിയിക്കുന്നു. നീണ്ട അധ്യാപന ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച് പ്രിയ ലിനിമോൾ ടീച്ചർ, ഒപ്പം ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, പ്രിയപ്പെട്ടവർ ഏവരോടുമുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. വ്യക്തതയോടും കൃത്യതയോടും വളരെ മനോഹരമായി 2025-26 അക്കാദമിക വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച സ്റ്റാഫ് സെക്രട്ടറി ഡെയ്സി ടീച്ചറിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. 29 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയ ലിൻമോൾ ടീച്ചറെ ആഴത്തിൽ പരിചയപ്പെടുത്തിയ ശ്രീമതി GT തോമസിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. PTA പ്രസിഡന്റ് ശ്രീമതി സജിനി ജോസഫ്, വൈസ് പ്രസിഡന്റ് ജോസ് തരകൻ TK, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, MPTA മെമ്പേഴ്സ് എന്നിവരോടുള്ള കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കുന്നു. പൂർവ്വ ഹെഡ് മാസ്റ്റർമാർ, മുൻ ഹെഡ് മിസ്ട്രസ്മാർ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ അനധ്യാപകർ, രക്ഷകർത്താക്കൾ, അനുമോദന അർഹരായ പൂർവ്വ വിദ്യാർത്ഥിനികൾ, JRC സ്റ്റുഡൻസ്, ഒപ്പം MDSന്റെ അഭിമാന താരങ്ങളായ പ്രിയ കുഞ്ഞുങ്ങൾക്കും യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ജനറൽ കൺവീനറായി പ്രവർത്തിച്ചിരുന്ന ശ്രീമതി എമി അലക്സാണ്ടറിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ശ്രുതിമധുരമായ ഒരു സംഘഗാനം അവതരിപ്പിച്ച ഷിബി ആൻഡ് പാർട്ടിയോടും സ്കൂൾ ഗായക സംഘത്തോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്തെ അറിയിക്കുന്നു. അവരെ പരിശീലിപ്പിച്ച ഡെയ്സി ടീച്ചറിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് തങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച എന്റെ സഹപ്രവർത്തകരായ ടീച്ചേഴ്സ്, ഓഫീസ് സ്റ്റാഫ് മെമ്പേഴ്സ് എന്നിവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്തെ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഭക്ഷണം പാകം ചെയ്ത് നമ്മെ സഹായിക്കുന്ന, നമ്മെ തൃപ്തരാക്കുന്ന മേൽക്കുട്ടി, കേറ്ററിംഗ് ആക്ടറോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ ഹോളും ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എമി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. ഏവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. സ്കൂൾ കൗൺസിലിംഗ് സുശീല ടീച്ചറിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷീല ടീച്ചറിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് സ്കൂളിനൊരു സംഭാവനയായിട്ട് നമ്മുടെ ശോശാമ്മ ടീച്ചർ, മുൻ അധ്യാപിക ശോശാമ്മ ടീച്ചർ ഒരു നല്ല ചിത്രം വരച്ച് സ്കൂളിന് സംഭാവന നൽകിയിരിക്കുന്നു. ടീച്ചറിനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്തെ അറിയിക്കട്ടെ. അതുപോലെ ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. 108ാമത് വാർഷിക മീറ്റിംഗിൽ യാത്രയുടെ സമ്മേളനത്തിനും സംബന്ധിച്ച ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കൃത്യം പൂർണ്ണമാക്കുന്നു. നന്ദി. पंजाब से